السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشوارحه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓതിയെത്തിയത് അഫ്വ് ചെയ്യപ്പെടുന്ന നജസ്സുകൾ, സാധനം നജസ് തന്നെയാണെങ്കിലും അഫ്വ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ അതോടുകൂടി നിസ്കാരാദി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുള്ള വിടുതി ചെയ്യപ്പെടുന്ന നജസ്സുകളെ സംബന്ധിച്ച് പറഞ്ഞു വരികയാണ്. ആ പറഞ്ഞു വന്നപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? തുടങ്ങിയിട്ടുള്ളൂ. സ്വന്തം ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തം, ചലം, ചീഞ്ചലം എന്നിവ, അതുപോലെ തന്നെ ചെള്ള്, കൊതു, മൂട്ട പോലെയുള്ള ഒലിക്കുന്ന രക്തമില്ലാത്ത വർഗത്തിൽപ്പെട്ട ജീവികളുടെ രക്തം എന്നിവ അഫ്വ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു. അത് അഫ്വ് ചെയ്യപ്പെടുന്നത് വൈൻ കസൂറാൻ പറഞ്ഞു, ധാരാളമുണ്ട്. അന്നലെ ഓതിയതാണ്. വൈൻ കസൂറ ദമു, രക്തം കൂടുതലുണ്ടെങ്കിലും അഫ്വ് ചെയ്യപ്പെടും. ഫീഹിമ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ നിന്നിട്ട് കുരു, മുറിവ്, ചോരക്കുരു, മോക്കുരു പോലത്തതിൽ നിന്നോ മുറിവിൽ നിന്നോ ഒക്കെ പോരുന്നതോ, അല്ലെങ്കിൽ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ ശരീരത്തിൽ നിന്ന് വന്നതോ ആയ രക്തം കൂടുതലുണ്ട്. അത് വിയർപ്പ് പോലത്തതുമായി കലർന്ന് അത് പരന്നാണ്. അതല്ലെങ്കിൽ ഒലിക്കുന്ന ചോരയില്ലാത്ത ജീവിയുടെ രക്തം അമിതമായിട്ടുണ്ടായിട്ട് ആകെ വസ്ത്രം മൊത്തം അങ്ങോട്ട് കട്ടിയായിന്, എന്നാലും അഫ്വ് ഉണ്ട് എന്നാണ്. മങ്കൂല് എന്നാണ് അർത്ഥമെങ്കിലും ആ അർത്ഥത്തിനല്ല. പ്രയോഗം മസ്തറായിട്ടാണ്. നുക്കൂൽ എന്ന് നഖലിന്റെ ജമ്മായിട്ടാണ് കൊടുത്തത്. ഫായിലിന്റെ മായനക്കുള്ള മസ്തറും വരും, മഫ്ഊലിന്റെ മായനക്കുള്ള മസ്തറും വരുമല്ലോ. ഇവിടെ ഇപ്പം മഫ്ഊലിന്റെ മായനക്കുള്ള മസ്തറാണ്. മുഅ്തമദായ മങ്കൂൽ മഹാന്മാരായ അസ്ഹാബിൽ നിന്നിട്ടും ഉദ്ധരിക്കപ്പെടുന്ന മുഅ്തമദായ ഖൗലനുസരിച്ച്, അല്ലെങ്കിൽ മുഅ്തമദായ വജ്ഹ് അനുസരിച്ച്, ഈ വസ്ത്രം ആകെ കട്ടിയാകുമാറ് ഈ ചൊള്ളു, കൊതു, മൂട്ട പോലെയുള്ളവയുടെ രക്തം ഉണ്ടെങ്കിൽ പോലും അത് അഫ്വ് ചെയ്യപ്പെടും എന്നാണ്. എങ്ങനെ അവിടെ? പക്ഷെ ഈ അഫ്വ് എങ്ങനെ? നിരുപാധികല്ല. ബിഗൈരി ഫീലിഹി, അവന്റെ മനഃപൂർവമായ പ്രവൃത്തി കൊണ്ട് അല്ലാതെയാണെങ്കിലാണ് ഈ അധികരിച്ചാണെങ്കിലും അഫ്വ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇവൻ മുഖക്കുരു കൽപ്പിച്ചു കൂട്ടി മനഃപൂർവ്വം ഞെക്കി പൊട്ടിച്ച് പീഞ്ഞതാ, അല്ലെങ്കിൽ ചോരക്കുരു ഇവൻ മാന്തി പൊട്ടിച്ചതാണ്, അല്ലെങ്കിൽ കൈ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തുകൊണ്ടെങ്കിലും കുത്തിയിട്ടോ മുറിവേൽപ്പിച്ചിട്ടോ ചോര ഒലിപ്പിച്ചതാണ്. എന്നാ പിന്നെ അധികരിച്ചാൽ അഫ്വ് ഉണ്ടാവില്ല. അങ്ങനെയല്ല. എങ്ങനെ ഒരു മുറിവ് പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ കുരു പൊട്ടിപ്പോയതാണ്, അതല്ലെങ്കിൽ കിടന്ന് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നപ്പം എന്ത് വന്നതാണ്? ഈ മൂട്ടയും കൊതുവും പൊട്ടിയിട്ട് ചോര ആയതാണ്. എന്നാൽ കൂടുതലായിട്ടുണ്ടെങ്കിലും അഫ്വ് ചെയ്യപ്പെടും. അതേ സമയത്ത് ഫൈൻ കസൂറ, ഈ പറഞ്ഞ രക്തം ധാരാളമുണ്ട്. എങ്ങനെ? ബിഫേലിഹി ഖസ്ദൻ, മനഃപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ട്. അപ്പൊ പ്രവൃത്തി, ഇവന്റെ പ്രവൃത്തി തന്നെ മനഃപൂർവ്വം അല്ലാത്തതുകൊണ്ട്, ഉദാഹരണം ഇപ്പം ഉറക്കത്തിലാണ്, ഉറക്കത്തിൽ കുരു മാന്തി ചൊറച്ചിൽ തോന്നിയപ്പം ആ മാന്തിയിൽ പൊട്ടിപ്പോയി, പൊട്ടിയപ്പോ ചോര നല്ലോണം ഒലിച്ചു. അപ്പൊ ഓന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ. പക്ഷെ മനഃപൂർവ്വമുള്ള പ്രവൃത്തിയല്ല, ഉറക്കത്തിലാണല്ലോ. ഇതങ്ങനെയല്ല. ചോരയൊക്കെയാണ് പോയി വേഗം ഉണങ്ങിക്കോട്ടെ എന്നുള്ളവർക്ക് ഞെക്കി പൊട്ടിച്ചതാ മനഃപൂർവ്വം.
അതല്ലെങ്കിൽ കൊതുകിനെ അല്ലെങ്കിൽ മൂട്ടയെ നമ്മള് ശരീരത്തിലായിക്കൊണ്ട് തന്നെ കൊന്നതാണ്. അങ്ങനെ നമ്മൾ മനഃപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ടാണെങ്കിലോ അതുപോലെ കാങ് കത്തല, മനഃപൂർവ്വമുള്ള എന്ന് പറഞ്ഞ ഒരു കാങ് കത്തല ഒരാൾ കൊന്നതുപോലെ. നഹ്വ ബർഗൂസിൻ, ബർഗൂസ് പോലെയുള്ള നേരത്തെ പറഞ്ഞ ഒലിക്കുന്ന രക്തം ഇല്ലാത്ത ജീവികളുടെ പെട്ട ഏതെങ്കിലും ഒരു ജീവിനെ കൊന്നു. എവിടെ? ഫീ സൗബിഹി, അവന്റെ വസ്ത്രത്തിൽ വെച്ച് അവൻ കൊന്നു. ഒരു മൂട്ടങ്ങനെ ചോര കുടിച്ചിട്ട് ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ എന്താക്കി? കാൽപ്പിച്ചുട്ടി ഒരു ഒറ്റ അടിയാണ് കൊടുത്ത്. കുപ്പായത്തില് അതവിടെ പൊട്ടിയിട്ട് ആകാണ്ട് ചോരയും. അതല്ലെങ്കിൽ ആസ്വറ, അവൻ ഞെക്കിപ്പിഞ്ഞു. നഹ്വ ദുമ്മലിൻ, മുഖക്കുരു പോലത്തെ എന്ന് പറഞ്ഞാൽ ചോരക്കുരു ആകാം, മുഖക്കുരു ആകാം, അതുപോലെ തന്നെ മറ്റേ മുറിവാകാം ഒക്കെ. ഓ ഞെക്കിയതാണ്. അതല്ലെങ്കിൽ ഔ ഹമല സൗബൻ, അല്ലെങ്കിൽ ഒരു വസ്ത്രത്തെ അവൻ വെറുതെ ചുമന്നു, ധരിച്ചതല്ല കേട്ടോ, മൽബൂസ് അല്ല, വെറുതെ ചുമന്നതാ. ഫീഹി, ആ വസ്ത്രത്തിലുണ്ട് ദമു ബറാഗീസ, ചെള്ള്, കൊതു, മൂട്ട തുടങ്ങിയ ഒലിക്കുന്ന ചോരയില്ലാത്ത ജീവികളുടെ രക്തമുള്ള ഒരു വസ്ത്രം ധരിച്ചതല്ലാത്ത നിലക്ക് അവൻ ചുമന്നു. ഇവിടുക്കോ കൊണ്ടുകാണിച്ചുകൊള്ളി ഒരു കീസിലിട്ടുകാണ്ട് ഇവന്റെ തലയിൽ വെച്ചിന്ന്, അതല്ലെങ്കിൽ ഇവന്റെ പാന്റിന്റെ പോക്കറ്റിലോ കുപ്പായത്തിന്റെ പോക്കറ്റിലോ വെച്ചേക്കുക. ഇതൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ എന്തോ ആവശ്യത്തിന് ഇങ്ങനെ ചുമന്നാൽ, എന്നിട്ട് വസല്ലാ ഫീഹി, എന്നിട്ട് അങ്ങനെയുള്ള ഇവൻ സ്വന്തമായി മനഃപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ട് രക്തം ആയ ഈ വസ്ത്രത്തിൽ അവൻ നിസ്കരിക്കുന്നു. ഔ ഫറശഹു, അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രത്തെ വിരിക്കുന്നു. എന്നിട്ട് വസല്ലാ അലൈഹി, അതിന്മേൽ നിന്നിട്ട് നിസ്കരിക്കുന്നു. ഇങ്ങനൊക്കെ വന്ന് എന്നാൽ എന്താന്ന് വരുന്നുള്ളൂ. ഔ സാദ അല മൽബൂസിഹി, അതല്ലെങ്കിൽ ധരിച്ചതിന്റെ പുറമെ എന്ന് പറഞ്ഞാൽ തുണിയല്ല, കുപ്പായല്ല, തലപ്പാവല്ല, അതുപോലെ തന്നെ തൊയിലുസാൻ ചുറ്റിയതല്ല, ഒന്നുമല്ല. പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും വെച്ചിട്ടല്ല, കിടക്കട്ടെ അറിഞ്ഞ്. പണ്ട് കീലത്ത് മാഷ് പറയാറുണ്ട് ഒരു ചങ്ങാതിരെ പറ്റിയിട്ട്, അയലറ്റ മോചാര് എന്നാണ് അന്ന് കീലത്ത് പറയാം. അയലറ്റ മോചാര് എന്ന് പറഞ്ഞാൽ ആലൂരിന് മനസ്സിലായല്ലോ. അയലുമലാണല്ലോ നമ്മൾ ഈ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ചിടല്. അയലറ്റ പിന്നെ ഒക്കെ നിലത്തേക്ക് പോകും. അപ്പൊ ഇതൊക്കെ പാടെടുത്ത് അടിയിലൊരു കുപ്പായം, അതിന്റെ മുകളിലൊരു കുപ്പായം, അതിന്റെ മുകളിലൊരു ഓവർകോട്ട്, പിന്നെ ഒരു തൊപ്പി, അതിന്റെ മുകളിലൊരു തലയെക്കെട്ട്, പിന്നെ ഒരു തോളിലൊരു കൊല്ലി, കയ്യിലൊരു ടവല്, ഇങ്ങനൊക്കെ പാടെ. അപ്പൊ മുമ്പതിന് പറയാ അയലറ്റ മോചാരിന്ന. ഒരു ഫുലാനെ പറ്റി പറയണ അഭാവം പോട്ടെ. അപ്പൊ ഇങ്ങനെ വെറുതെ അയലറ്റതാണ്, അങ്ങനെ എടുത്ത് തോളിലിട്ടതാണ്. അല്ലാതെ എന്തല്ല, തൊപ്പിയല്ല, തലപ്പാവല്ല, കുപ്പായല്ല, തൈലസാനല്ല, അങ്ങനെയുള്ളതൊന്നുമല്ല. എന്നാ പ്രത്യേകിച്ച് വല്ല ഉദ്ദേശമുണ്ടോ? ഒന്നുമില്ലാണോ? കഥജമ്മുലി, ഒരു ജമാലിയത്തിന് വേണ്ടിയിട്ട് ചിലപ്പം വേണമെങ്കിൽ ഒരു പൊതടുക പോലത്തൊക്കെ ഉണ്ട്, അതിനാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ഉറന്നു ലക്ഷ്യം, ഒരു ശരിയായ ഉദ്ദേശമൊന്നും ഇല്ലാതെ ധരിച്ചതിന്റെ പുറമെ കൂടുതലായി വസ്ത്രം ഉപയോഗപ്പെടുത്തി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറഞ്ഞതിനെ തൊട്ടേ അഫു ചെയ്യപ്പെടുള്ളൂ, അധികരിച്ചതിനെ തൊട്ട് അഫു ചെയ്യപ്പെടൂല. ആകെ പറഞ്ഞുകൊണ്ട് എന്താ മനസ്സിലായത്? ഇങ്ങനെയുള്ള നിലക്കല്ലാതെ അബദ്ധത്തിൽ ആയതോ അല്ലെങ്കിൽ ആവശ്യത്തിന് ധരിച്ചതോ ഇവന്റെ മനഃപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ടല്ലാതെ ആയതൊക്കെ ആണെങ്കിൽ, കൂടുതലാണെങ്കിലും സ്വന്തം ശരീരത്തിൽ നിന്നുള്ള രക്തവും ഒലിക്കുന്ന ചോരയില്ലാത്ത ജീവികളുടെ രക്തവും അഫു ചെയ്യപ്പെടും. അതേ സമയത്ത് ആവശ്യത്തിന് വേണ്ടി ധരിച്ചതല്ലാതെ ധരിച്ചതിന്റെ പുറമെ ചുമന്നതോ അതല്ലെങ്കിൽ വസ്ത്രത്തിന്റെ പുറമെ പ്രത്യേക ലക്ഷ്യമൊന്നും ഇല്ലാതെ ശരീരത്തിൽ ഉപയോഗിച്ചതോ ആയ വസ്ത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള വിരിച്ച വിരിപ്പ് തുടങ്ങിയതിൽ അധികരിച്ച നജസ രക്തമുണ്ടെങ്കിൽ അഫുവില്ല, കുറഞ്ഞതാണെങ്കിൽ അഫുള്ളൂ. അല്ല സഹി, പ്രബലമായ വജ്ഹ അനുസരിച്ച് കുറഞ്ഞതിനെ തൊട്ടേ അഫു ചെയ്യപ്പെടുള്ളൂ. കാരണം അത് അത്യാവശ്യത്തിന് വേണ്ടി ചെയ്തതല്ല, ഓൻ മനഃപൂർവ്വം സംഭവിച്ചല്ലേ. അതുകൊണ്ട് ഖമാഫി തഹഖീഖി, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ തഹഖീഖ് എന്ന കിതാബിലും വൽ മജ്മൂഇ ഷറഹുൽ മുഹദ്ദബ്, മജ്മൂ എന്ന് പറയുന്ന ഷറഹുൽ മുഹദ്ദബിലും ഒക്കെ
ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഅ്തമദാക്കിയ വജ്ഹ് കുറഞ്ഞതിനെ തൊട്ടേ ഈ സാഹചര്യത്തിൽ എഫ് ഉണ്ടാവുള്ളൂ. അതാണ് മുഅ്തമദ്, കുറഞ്ഞതേ എഫ് ഉള്ളൂ. ഇങ്ങനത്തെ സാഹചര്യത്തിൽ സംഗതി വൈനി കലാമുർ റൗളത്തി, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ തന്നെ റൗളയിലെ കലാമ് ധ്വനിപ്പിക്കുന്നുണ്ട്. അൽ അഫ്വ അൻ കസീരി ദമിൻ അബി ദുമ്മലി, കുരുവിന്റെ ചോര പോലത്തത് അധികരിച്ചതാണെങ്കിലും അഫു ഉണ്ട് എന്ന് പറഞ്ഞാൽ അജ്നബി അല്ലാത്ത ചോരാണ്. അതാ പറഞ്ഞതിന്റെ ഉദ്ദേശം. ദുബലി എന്ന് പറയുന്നതാ. കുരു ശരീരത്തിൽ നിന്നുണ്ടാകുന്ന മുറി എന്നുള്ളത്, ചോരക്കുരു എന്നുള്ളത്, മുഖക്കുരുവിൽ നിന്നുള്ളത് തുടങ്ങിയ സ്വന്തം ശരീരത്തിൽ നിന്നിട്ടുണ്ടാവുന്ന രക്തം അധികരിച്ചാലും അഫു ഉണ്ട്. വൈൻ അസറാദും അവൻ പീഞ്ഞ് ഞെക്കി പൊട്ടിച്ചതാണെങ്കിലും അധികരിച്ചതിനാലും അഫു ഉണ്ട് എന്ന് റൗള കൊണ്ട് മനസ്സിലാവുന്നു. പക്ഷെ ആ റൗളയിൽ പറഞ്ഞത് മുഅ്തമദല്ല, മറിച്ച് തഹ്ഖീഖിലും മജ്മൂഇലും പറഞ്ഞതാണ് മുഅ്തമദ്. റൗളയിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ബേജാറാണ്ട. റൗളയിൽ പറഞ്ഞത് സംഗതി ശരിയാണ്, പക്ഷെ അത് മുഅ്തമദല്ല. റൗള പറയുക മാത്രമല്ല, വഅ്തമദുഹു ഇബ്നുൻ നഖീബ്, മഹാനായ ഇബ്നുൻ നഖീബ് തങ്ങളും വൽ അസ്റായിയു, അസ്റായി ഇമാം തങ്ങളും ഈ റൗളയുടെ കലാമിന്റെ ആശയത്തെയാണ് മുഅ്തമദാക്കിയത്. അതായത് സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടാവുന്ന രക്തം ഇവന്റെ മനഃപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ട് പുറപ്പെട്ടതാണെങ്കിലും കുറഞ്ഞത് അഫു ചെയ്യപ്പെടുന്നത് പോലെ അധികരിച്ചാലും അഫു ചെയ്യപ്പെടും എന്ന അഭിപ്രായത്തെയാണ് മഹാനായ ഇമാം അസ്റായി തങ്ങളും ഇബ്നുൻ നഖീബ് തങ്ങളും ഒക്കെ മുഅ്തമദാക്കിയത്. റൗളയിൽ നിന്ന് ലഭിക്കുന്ന ഈ ആശയമാണെങ്കിലും അത് ലൈഫാണ്. അത് ലൈഫാണ്. മുഅ്തമദ് തഹ്ഖീഖിലും മജ്മൂഇലും പറഞ്ഞ കുറഞ്ഞതിനെ തൊട്ട് എഫ് ഉള്ളൂ, അധികരിച്ചതിനെ തൊട്ട് എഫ് ഇല്ല എന്ന്. ഒക്കെ നബി ഇമാമിന്റെ തന്നെ, തഹ്ഖീഖും നബി ഇമാമിന്റെ തന്നെയാണ്, മജ്മൂഉം നബി ഇമാം തങ്ങളുടേത് തന്നെയാണ്, അതുപോലെ റൗളയും ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടേത് തന്നെയാണ്. അതിനൊരു ക്രമമുണ്ടല്ലോ. നബി ഇമാമിന്റെ കിതാബുകളിൽ പരസ്പരം വ്യത്യസ്തമായ ഒന്നിനോട് യോജിക്കാത്ത തരത്തിലുള്ള മസ്തലകൾ കണ്ടാൽ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നൊരു ക്രമം ഷാഫി മദ്ഹബിലുണ്ട്. അതനുസരിച്ച് ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുക തഹ്ഖീഖ് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. അതിന്റെ തൊട്ട് പിന്നിലാണ് മജ്മൂ ഉള്ളത്, അതിന്റെ പിന്നിലാണ് റൗള ഉള്ളത്, അതിന്റെ പിന്നിലാണ് മിൻഹാജ് ഉള്ളത്, ഏറ്റവും ലാസ്റ്റ് ആണ് ശറഹ് മുസ്ലിം ഉള്ളത്. ശറഹ് മുസ്ലിമിന്റെ തകരാറ് കൊണ്ടതല്ല കേട്ടോ അത്. ശറഹ് മുസ്ലിം ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യമായി താൻ മുതഅല്ലിമായി ഓതി പഠിക്കുന്ന കാലത്ത് എഴുതിയ കിതാബുകളിൽ പെട്ടതാ. അതുകൊണ്ടാണ് ശറഹ് മുസ്ലിമിന് ലാസ്റ്റ് പദവി വരാൻ കാരണം. അത് തന്നെ വലിയ ലോകപ്രസിദ്ധ. ഈ ഇമാം നബവി തങ്ങളുടെ ശറഹ് മുസ്ലിം തന്നെ ലോകപ്രസിദ്ധമായ കിതാബുകളിൽപ്പെട്ട വലിയ കിതാബാണ്. പക്ഷേ താൻ ഉസ്താദുമാരടുക്കൽ ഓതി പഠിക്കുന്ന സമയത്ത് മുതഅല്ലിമായി കൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി മുസ്ലിം സമുദായത്തിന് എഴുതി സമർപ്പിച്ച കിതാബാണ് ശറഹ് മുസ്ലിം. അപ്പൊ മുതഅല്ലിമാവുന്ന സമയത്ത് പൊതുവെ തഹ്ഖീഖ് കുറയുമല്ലോ. അപ്പൊ ശറഹ് മുസ്ലിമിൽ ഉള്ളതിന് വിരുദ്ധമായി മറ്റ് കിതാബുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതിനാണ് മുൻഗണന കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് എഴുതിയതിൽപ്പെട്ടതാണ് ഇമാം നബവി തങ്ങളുടെ തഹ്ഖീഖ്. മജ്മൂഉം അങ്ങനെ തന്നെ. പക്ഷെ മജ്മൂ ഇമാം നബവി തങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അതിനു മുമ്പ് മഹാനായ നബി ഇമാം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായി. അതുകൊണ്ട് മജ്മൂ ശറഹ് മുദ്ഹബ് കുറഞ്ഞ ഭാഗേ മഹാനായവർ പൂർത്തിയാക്കിയിട്ടുള്ളൂ. മൂന്നാളുടെ സംയുക്ത ശ്രമമാണ് ശറഹ് മുദ്ഹബ് അഥവാ മജ്മൂ. അത് അതിൻ്റെതായ വ്യത്യാസം കാണും ചെയ്യാം. ആദ്യ ഭാഗം ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടേതാണ്. മഹാനവറുകൾ വഫാത്തായതിനു ശേഷം ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു, നമ്മളെ ജമ്മുൽ ജവാമിന്റെ ഒക്കെ മുസന്നിഫിന്റെ വാപ്പ വലിയ സുബ്കി ഇമാമിൻ്റെതാണ് കുറെ ഭാഗങ്ങൾ. വഫീ ദാരിൽ ഹദീസി ആണല്ലോ, വഫീ ദാരിൽ ഹദീസി ലത്തീഫു മഅനാ ഇലാ ബുസ്തിൻ ലഹു അസ്ബു വആവി എന്ന് പറഞ്ഞിട്ട് ഇമാം നബവി റളിയല്ലാഹു തആല വഫാത്തായതിനു ശേഷം ദാറുൽ ഹദീസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സ്ഥാനത്ത് നിയമിതനായ ആളാണ് ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ.
എന്നിട്ട് ഇമാം നബി തങ്ങൾ ദർസ് നടത്തുന്ന സമയത്ത് മഹാനവറുകൾ കാല് വെക്കുന്ന ചവിട്ടുന്ന ഒരു മുസല്ല ഉണ്ട്, കാലിന്റെ അടിയിലിടുന്ന ഒരു മുസല്ല. ആ മുസല്ലയിൽ ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഷറഫാക്കപ്പെട്ട 2 കവിളുകളും വെച്ച് കണ്ണുനീരൊഴുക്കുക. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ എന്റെ ഹുർറു വജ്ഹ് എന്ന് പറഞ്ഞ മുഖത്തിന്റെ കവിൾത്തടം, ഞാൻ എന്റെ കവിൾത്തടം വെച്ചിട്ട് ഇമാം നബി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷറഫാക്കപ്പെട്ട കാല് വെച്ച ആ മുസല്ലയിൽ ഈ മുഖം ഒന്ന് വെച്ചിട്ട് ആ ബറക്കത്ത് എനിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ ഇമാം സുബ്കിയാണ് പിന്നെ ബാക്കി ഭാഗം. അത് പൂർത്തിയാവുന്നതിന് മുമ്പ് മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വഫാത്തായി. പിന്നെ മുത്തഅഖിരീങ്ങളിൽപ്പെട്ട ആരോ പൂർത്തിയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അവസാന ഭാഗങ്ങൾ ആദ്യത്തിന്റെ ഗാംഭീര്യം അതിനില്ല. കേട്ടെ, അപ്പൊ അവസാനത്തതാവുന്ന തഹ്ഖീഖിനാണ് മുൻഗണന. തഹ്ഖീഖും മജ്മുഉം റൗദയും കഴിഞ്ഞിട്ടാണ് മിൻഹാജിന്റെ സ്ഥാനം. എന്നാ പക്ഷെ ഇന്ന് ഷാഫി മദ്ഹബിൽ മിൻഹാജ് ആണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് ഓരോന്നിനോരോ ബർക്കത്ത് അല്ലാഹു തആല കൊടുക്കുക, മനസ്സിലായില്ലേ? അങ്ങനെ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കിതാബിന്റെ കൂട്ടത്തിൽ, ഫിഖഹിന്റെ കിതാബിന്റെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത കിതാബാണ് മിൻഹാജ്. അത് പിന്നീട് വന്ന മുഹഖിഖീങ്ങൾ അതിന് ശറഹ് എഴുതി. ഒരുപാട് ഇമാമിങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പും ശേഷവുമുള്ള ധാരാളം ആളുകൾ, അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി, ഇമാം റംലി, അതുപോലെ തന്നെ ഖതീബ് ശിർബീനി തുടങ്ങിയവർ ഷറഹിൽ ആണ് അതിന് വില വരുന്നത്. അല്ലാതെ മത്ന് എന്ന നിലക്ക് റൗദന്റെയും തൊട്ട് താഴെയുള്ള പദവിയാണ് മിൻഹാജിനുള്ളത്. പക്ഷേ ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചതല്ല, പറഞ്ഞപ്പോ അങ്ങനെയാണ് പറഞ്ഞു പോയി മാത്രം. ഇനി മഹല്ലുൽ അഫ്വി, ഇപ്പോ ഈ രക്തത്തെ തൊട്ട് വിടുതി ചെയ്യപ്പെടും എന്ന് പറഞ്ഞല്ലോ. രക്തത്തെ തൊട്ട് അഫ്വു ചെയ്യപ്പെടും എന്ന് പറഞ്ഞത് വഫീമായെത്തി, ഇനി അന്യ നജസാണെങ്കിൽ രക്തമാണെങ്കിൽ കുറഞ്ഞത് അഫ്വു ചെയ്യപ്പെടുന്നു വരുന്നുണ്ട്. അതാ ഇനി വരാൻ പോകുന്നു പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് ചെള്ള്, കൊതു, മൂട്ട പോലെയുള്ള ഒരിക്കുന്ന ചോരയില്ലാത്ത ജീവികളുടെ രക്തം, സ്വന്തം ശരീരത്തിൽ നിന്നിട്ട് ഉറപ്പെട്ട രക്തം, അതാണ് ഇവർ പറഞ്ഞത്. ഇനി വരാൻ പോകുന്നത് പുറമെ നിന്നുള്ള രക്തം. ഇതൊക്കെ അഫ്വു ഉണ്ട് എന്ന് പറയും. എവിടെ അഫ്വു ഉണ്ട് എന്നാ? ബിൻ നിസ്ബത്തിൽ സ്വലാത്തി, നിസ്കരിക്കാൻ പറ്റോ എന്നേ പറഞ്ഞുള്ളൂ. ഇങ്ങനെയുള്ള നജസുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിരിപ്പ് വിരിച്ചിട്ട് ആ വിരിപ്പിൽ നിന്ന് നിസ്കരിക്കുക എന്നാ. അല്ലാതെ ലാലിരഹവിമായും കലീലിൻ, 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം പോലെയുള്ളതിലേക്ക് ചേർത്തിയിട്ട് ഇത് അഫ്വു അല്ല. അല്ലെങ്കിൽ ഭക്ഷണം പോലത്തേലൊക്കെ പറഞ്ഞ ഒരു പാത്രത്തിൽ ഒതു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തു വെച്ച് നമ്മള്, ആ വെള്ളത്തിക്ക് ഈ പറഞ്ഞേക്ക് സ്വന്തം ശരീരത്തിൽ നിന്നൊരു ചോരയായി, എന്നാ വെള്ളം നജസാവൂ. അല്ലെങ്കിൽ മൂട്ട, കൊതു, ചെള്ളു പോലത്തെ ചോരയായി, എന്നാൽ വെള്ളം നജസാവും. അപ്പൊ അഫ്വു ഉണ്ട് എന്ന് പറഞ്ഞതോ? അഫ്വു ഉണ്ട് എന്ന് പറഞ്ഞാൽ ദേഹത്തിലോ വസ്ത്രത്തിലോ വിരിപ്പിലോ ഒക്കെ ആകുകയാണെങ്കിൽ അതോടുകൂടി നിസ്കരിക്കാം എന്നാണ്. അല്ലാതെ എവിടെ ആയാലും അഫ്വു ഉണ്ട് എന്നല്ല. അതായത് ഈ വെള്ളം ഈ രക്തം കൊണ്ട്, ഈ പറഞ്ഞ രക്തം കൊണ്ട് വെള്ളം നജസാകും. വയും കല്ല, ഈ രക്തം കുറച്ചാണെങ്കിലും ഒരു മൂട്ടന്റെ ചോര, ഒരു തുള്ളി ചോര ഉണ്ട്, ആ ഒരു തുള്ളി ചോരയാണ് ഉറ്റിച്ചു ഒരു കിണ്ടിയിൽ ഒതുകൊടുക്കാൻ വേണ്ടി എടുത്തുവെച്ച വെള്ളത്തിൽ, അതല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ ഒതുകൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ടോ എടുത്തുവെച്ച വെള്ളത്തിക്ക് ആ വെള്ളം നജസാവും. മുലാഖാത്ത് കൊണ്ട് തന്നെ നജസാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് മൂട്ടന്റെ ചോരയല്ലേ ഉസ്താദെ, അതല്ലെങ്കിൽ അത് ചെള്ളിന്റെ ചോരയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ നിന്ന് ഉറ്റിയതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആണെങ്കിലാണ് അഫ്വു എന്ന് പറഞ്ഞത്. വെള്ളത്തിക്കോ മറ്റോ അത് ബാധകല്ല. പിന്നൊരു പ്രശ്നം, വലാ അസറ ലി മുലാഖാത്തിൽ ബദനി ലഹു, ഈ ചോര പോലെയുള്ള നജസിനോട് ശരീരം ചേരുന്നത് കൊണ്ട് കുഴപ്പമില്ല. എങ്ങനെ? റത്തുബൻ, ശരീരം നനവുള്ളതായ നിലക്ക് എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രത്തില് മൂട്ടന്റെ ചോരയായി അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ നിന്നുള്ള ചോരയായി, ആ വസ്ത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന ആള് ഒതുകൊടുത്തു വരിക. ഒതുകൊടുത്ത് വന്ന് കുപ്പായിട്ടു. അപ്പൊ കൈ 2 മുട്ടുൾപ്പെടെ കഴുകിയ വെള്ളത്തിന്റെ നനവുണ്ട്, മുഖം കഴുകിയ വെള്ളത്തിന്റെ നനവുണ്ട്, അതോടുകൂടി കുപ്പായിട്ടു.
കുപ്പായ ഇട്ടപ്പോ ഈ ചോര കൂടെ ആണ് ഈ കുപ്പായം, അല്ലെങ്കിൽ ഈ കുപ്പായത്തിൽ ഉണ്ടായ ചോരമ്മ കൂടെ നമ്മളെ കൈ വരുന്നു. കയ്യിലാണെങ്കിൽ ഉദൂന്റെ വെള്ളത്തിന്റെ നനവുണ്ടല്ലോ, അല്ലെങ്കിൽ മുഖത്ത് ഉദൂന്റെ വെള്ളത്തിന്റെ നനവുണ്ടല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല, അത് അഫുവിന്റെ ബാധകമാണ്. കാരണം അത് ഒഴിവാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത് ഞാൻ അവനോട് എന്ത് പറയേണ്ടി വരും? ഉദു എടുത്തു കഴിഞ്ഞാൽ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് ആദ്യം കയ്യും കാലും മുഖവും ഒക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. അപ്പൊ അത് വെറൂറത്തായത് കൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല. മറ്റൊരു വസ്തു കലർന്നാൽ അധികരിച്ചതിന് അഫുവില്ല എന്ന് പറഞ്ഞു. പക്ഷെ വുദൂവിന്റെ വെള്ളം, ജനാബത്ത് കുളിച്ചിട്ടാണെങ്കിൽ ആ കുളിയുടെ വെള്ളം തുടങ്ങിയ ഇവനോട് കൽപ്പിക്കപ്പെട്ട ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളം കൊണ്ട് ശരീരം നനയുകയും ആ നനവിലൂടെ ഈ രക്തമായ വസ്ത്രം സ്പർശിക്കുകയും ചെയ്താൽ അതുകൊണ്ട് കുഴപ്പമില്ല, അത് അഫു ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ തൻഷീഫുൽ ബദനി, ശരീരം തോർത്തി ഉണക്കണം എന്ന് അവനോട് കീർത്തിക്കപ്പെടുകയില്ല. കാരണം ഒരു സ്ത്രീ അത് പ്രയാസമാണ്. കാരണം വുദു ചെയ്യാൻ അവനോട് കൽപ്പിക്കപ്പെട്ടതാണ്, ജനാബത്തുണ്ടെങ്കിൽ കുളിക്കാൻ കൽപ്പിക്കപ്പെട്ടതാണ്. ഇങ്ങനെ കൽപ്പിക്കപ്പെട്ട ഒരു അമല് ഇബാദത്ത് ചെയ്ത് അതിന്റെ അസറാവുന്ന വെള്ളം തോത്തിക്കൊള്ളണം എന്ന് ഇസ്ലാമിൽ ഒരു കൽപ്പനയില്ല. അപ്പൊ സ്വാഭാവികമായും ഈ രക്തം പരണ്ട വസ്ത്രം ധരിക്കുമ്പോൾ ചിലപ്പോ ഈ വെള്ളത്തിൽ ഈ നനഞ്ഞോർത്ത് പറ്റിയത് വരും. അപ്പം മറ്റൊന്ന് കലർന്നല്ലോ എന്നതുകൊണ്ട് നെസ്സാകുകയാണെങ്കിൽ പിന്നെ ഓനസ്കരിക്കാൻ കഴിയൂല. അപ്പൊ അത് അഫവാണ്. ഇനി മൂന്നാമത്തെ പറയാം. ഒന്നിപ്പം ഒലിക്കുന്ന ചോരയില്ലാത്ത ജീവികളുടെ രക്തം, രണ്ട് സ്വന്തം ശരീരത്തിലെ കുരു മുറി പോലത്തതിൽ നിന്ന് വരുന്ന രക്തം. എന്നിവ അൻ ഖലീലി നഹ്വി ദമി വൈരിഹി, തൻ്റെതല്ലാത്ത മറ്റ് രക്തങ്ങളിൽ നിന്നും കുറഞ്ഞതിനെ തൊട്ട് അഫു ചെയ്യണം. കണ്ടോ, അവിടെ ഒരു കുറഞ്ഞത് എന്നുള്ള നിബന്ധനയോട് കൂടിയാണ്. ആദ്യം പറഞ്ഞോടത്ത് കുറഞ്ഞാലും അഫു ചെയ്യപ്പെടും, അധികരിച്ചാലും അഫു ചെയ്യപ്പെടും, അവന്റെ മനഃപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ. ഇവിടെ അന്യരക്തമാകുമ്പോൾ അത് കുറഞ്ഞതാണെങ്കിലേ അഫു ഉള്ളൂ, അധികരിച്ചതാണെങ്കിൽ അഫു ഇല്ല. വൈറ് പറഞ്ഞാൽ അജ്നബി. അജ്നബി എന്ന് പറഞ്ഞാൽ വേറൊരുത്തന്റെ ശരീരത്തിൽ നിന്ന് ഇവന്റെ ശരീരത്തിക്കായി, ഇവന്റെ കുട്ടിന്റെ കയ്യ് എന്തോ പറ്റിയൊരു കത്തിയറ്റി മുറിയായി, കുട്ടീന്റെ കൈമന്ന് ചോര ഒലിക്കുന്നുണ്ടപ്പോ പാഞ്ഞു പോയിട്ട് അത് കൈയോണ്ട് പിടിച്ച് അങ്ങനെ ഇത് കെട്ടാൻ നോക്കുമ്പോക്ക് ഇവന്റെ വസ്ത്രത്തിലേക്ക് ഈ കുട്ടിന്റെ കയ്യും വന്ന് ഒന്നോ രണ്ടോ ചുള്ളി ചോരയായി. മുറി മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുത്ത്. അപ്പോക്ക് നോക്കുമ്പോ ഇവൻ ഉടുത്ത തുണിയിൽ ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി ചോരയൊക്കെ ആയിരുന്നു. എന്നാ അത് അഫു ചെയ്യപ്പെടും. അതേസമയത്ത് ചോര ഒന്നായിട്ടുണ്ട് ഒരിക്കാണ് കുട്ടിന്റെ കയ്യുമെന്ന്, അങ്ങനെ നമ്മുടെ വസ്ത്രത്തിന് കുറേ ആയി, എന്നാ അഫു ചെയ്യപ്പെടൂല. കാരണം അത് വേറൊരാളെ രക്താണല്ലോ, അത് കുറഞ്ഞതേ അഫു ഉണ്ടാവുള്ളൂ, അധികരിച്ച്. ഇനി അതുപോലെ തന്നെ അവനാന്റെ രക്തവും അന്യമാവുന്നൊരവസ്ഥ ഉണ്ട്. അങ്ങനെ ശരീരത്തിൽ നിന്ന് ചോരൊലിച്ചു, മുറിവറ്റിയിട്ടോ അല്ലെങ്കിൽ കുരി പൊട്ടിയിട്ടോ എങ്ങനെ ചോരൊലിച്ചു, ഈ ഒലിച്ച രക്തം പുറത്ത് പോയി. അത് പിന്നെ നമ്മൾ അറിയാതെ തൊടുകയോ പിടിക്കുകയോ അതിൽ വസ്ത്രമാകുകയോ ഒക്കെ ചെയ്തിട്ട് രണ്ടാമത് നമ്മളെ ദേഹത്തിലോ വസ്ത്രത്തിലോ ആയി. അത് അജ്നബിയായ രക്തത്തിന്റെ വിദ്യ. മനസ്സിലായി? അത് പറയാൻ മനസ്സിലാക്കണം. ഇപ്പൊ എന്തോ ഒരു പണിയെടുത്തു കൊണ്ടിരിക്കുമ്പം കയ്യിന്റെ വിരലിന് കത്തിയെറ്റി, കത്തി പറ്റി ചോരൊലിച്ചു, ഒലിച്ച് താഴത്തേക്ക് എവിടോ ഇരിക്കുന്ന സ്ഥലത്തോ വല്ല കസാരം വരെ മറ്റൊക്കെ ആയിന്. അങ്ങനെ ഇത് മരുന്നൊക്കെ വെച്ച് കെട്ടി പിന്നെ വന്നുകൊണ്ട് ഓർമ്മയില്ലാതെ ഈ ചോര ഇരുന്നു, ഈ ചോരയിൽ ഇരുന്നു. അങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അയ്യടാ ഉടുത്ത തുണിയിൽ ചോരയായി. അപ്പൊ ഇവൻ ചിന്തിക്കാണ്, എന്റെ ചോര തന്നെയാണല്ലോ, എന്റെ കയ്യകത്ത് അറ്റപ്പോ കസലം എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ കുറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സ്വന്തം ശരീരത്തിൽ നിന്നിട്ട് വേർപെട്ടു പോയതിനു ശേഷം രണ്ടാമത് അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ കുറഞ്ഞതേ ഉണ്ടാവുള്ളൂ, അന്യ രക്തത്തിന്റെ ഹുക്മാണ്. ആ കോഴി അർത്താലും ആടർത്താലും അതൊക്കെ അന്യരക്താണ്. കുറഞ്ഞതിന് തൊട്ട് അഫു ഉണ്ടാവും, അധികരിച്ചതിന് തൊട്ട് അഫു ഇല്ല. കോഴി ഇറക്കുമ്പോൾ വലിയ പ്രശ്നം വരല് കുറവാ, നല്ലോണം പിടിക്കാൻ വയ്ക്കണം എന്നർത്ഥം. അതേ സമയത്ത് ചിലപ്പോ പോത്തിനും കാളനെയൊക്കെ ഇറക്കുമ്പോഴേ ഈ പിടുത്തം ശരിയാകാഞ്ഞാണ്ട് ഒരു ഇച്ചനക്കൊരു അറിയുന്ന ശബ്ദം വരല്. ആ സമയത്ത് വല്ല പൂത്തിരി കത്തും പോലെ ചോര ഒന്നായിട്ട് വരും. അങ്ങനെ ആയാൽ കുറഞ്ഞതിനെ തൊട്ട് അഫു ഉള്ളൂ, അധികരിച്ചതിനെ തൊട്ട് അഫു ഇല്ല. മനസ്സിലായില്ലേ? കോഴിന്റെ ചോര, ആട് മൂരി പോലത്തെ ചോര, അതൊക്കെ ഈ അജ്നബിയായ രക്തം എന്ന് പറഞ്ഞതാണ്. കുറഞ്ഞതിനെ തൊട്ട് അഫു ചെയ്യപ്പെടുള്ളൂ, അധികരിച്ചതിനെ തൊട്ട് അഫു ചെയ്യില്ല. അത് ബിഖിലാഫി കസീരിഹി. കണ്ടോ, അജ്നബിക്ക് തന്നെ ഒരു നിബന്ധന ഉണ്ട്. വൈർ മുഅല്ലളിൻ,
മുഗല്ലദായ നായ, പന്നി എന്നിവയിൽ നിന്നിട്ടുള്ള അല്ലാത്തതാവണം എന്നൊരു നിബന്ധനയുണ്ട്. അപ്പൊ രണ്ട് നിബന്ധനയും, സ്വന്തം രക്തം, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം ഒഴിച്ച് അന്യ രക്തങ്ങൾ അഫു ചെയ്യപ്പെടണമെങ്കിൽ കുറഞ്ഞതാവണം. അത് തന്നെ നായ, പന്നിയുടേതാവരുത്. കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന അത്രയും ഉണ്ടെങ്കിൽ നായ, പന്നി എന്നിവയുടെ രക്തം അഫു ചെയ്യപ്പെടൂല. ഒരു മുഴത്തതിലത്തായ മിതമായ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ മാത്രം ഇല്ലെങ്കിൽ മാത്രമേ നായ, പന്നി എന്നിവയുടെ രക്തം അഫു ഉള്ളൂ. പൊതുവെ അഫു ഇല്ല എന്നാ പറയല്. എന്നാൽ പക്ഷെ ഇങ്ങോട്ട് ചീറ്റിയതാണ്. അതിൽ നോക്കുമ്പം ചോരന്റെ ചെറിയ പാടുണ്ട്. ഒരു മിതമായ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ മാത്രമില്ല എന്ന് പറഞ്ഞാൽ നല്ലോണം സൂക്ഷ്മ ദൃഷ്ടിയുള്ള ആളുകൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാനുണ്ട് പേരിന്. മിതമായ കാഴ്ചക്ക് കാണാൻ മാത്രം ഇല്ലെങ്കിൽ മാത്രമേ നായ, പന്നിന്റെ അഫു ചെയ്യപ്പെടുള്ളൂ. കണ്ണുകൊണ്ട് കാണാൻ മാത്രം ഉള്ളതാണെങ്കിൽ നായ, പന്നിയുടേത് അഫു ഇല്ല. അല്ലാത്തതൊക്കെ കുറഞ്ഞതിന് തൊട്ട് അഫു ഉണ്ട്. ബിഖിലാഫി കസീരിഹി, ഈ അന്യരക്തത്തിൽ നിന്ന്, അജ്നബിയായ രക്തത്തിൽ നിന്നിട്ട് അധികരിച്ചതിനെതിരെ പറഞ്ഞാൽ അധികരിച്ച അഫു ഇല്ല. വമിൻഹു, ഇനി ഈ വയറ് അജ്നബിയായ രക്തത്തിൽ പെട്ടത് തന്നെയാണ്. കമാ ഖാലൽ അദ്റഈ, ഇമാം അദ്റഈ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട് അജ്നബിയാണ്. എന്ത്? ദമുൻ ഇൻഫസല മിൻ ബദനിഹി ആണോ, സ്വന്തം ശരീരത്തിൽ നിന്നിട്ടും വേർപിരിഞ്ഞു പോയ രക്തം, ഒലിച്ചിറങ്ങിയതല്ല, പുറത്തു പോയിന്, താഴത്ത് കുറ്റീന് അർത്ഥം. അങ്ങനെ സുമ്മ അസാബഹു, പിന്നെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം രണ്ടാമത് പിന്നെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയി, അത് അജ്നബിയായ രക്തത്തിന്റെ വിധിയാണ്. അത് കുറഞ്ഞതാണെങ്കിലേ അഫു ചെയ്യപ്പെടുകയുള്ളൂ, അധികരിച്ചതാണെങ്കിൽ അഫു ചെയ്യപ്പെടുകയില്ല. ആട്ടെ, ഇനി നാലാമത്ത് വഅൻ ഖലീലി നഹ്വി ദമി ഹൈളിൻ, ആർത്തരക്തം അത് വസ്ത്രത്തിലോ ശരീരത്തിലോ ആയാൽ കുറഞ്ഞതാണെങ്കിൽ അതും അഫു ചെയ്യപ്പെടും. വറഹാഫിൻ, തരിമൂക്കിൽ നിന്ന് വരുന്ന ആര്യൻ ചോര എന്നാണ് അതിന് ഞങ്ങളവിടെ കീച്ചിരിക്കാരൊക്കെ പറയല്. ആരൂലജിന്റെ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. മൂക്കുന്നുണ്ടല്ലോ ചില സമയത്ത്, ചില ഉഷ്ണ മേഖലകളില്, ചില കൊടുന്തണുപ്പുള്ള സന്ദർഭങ്ങളില് ചില ആളുകൾക്ക് അല്ലാതെ തന്നെ പെട്ടെന്ന് മൂക്കിൽ നിന്നിട്ടൊരു ചോര വരലുണ്ട്. അതിനാണ് ഈ റാഫ് എന്നറിയാം. തരിമൂക്ക് പൊട്ടി ചോര എന്നറിയാം. എന്ത് സംഭവിച്ചിട്ടാന്ന് നമുക്കറിയില്ല, മൂക്കുന്ന് ചോര വീഴുക. മജ്മുഈ, ഇമാം നബവി തങ്ങള് തന്റെ മജ്മുഈൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് രക്തം, ഹൈള് രക്തം, മൂക്കുന്ന്, തരിമൂക്കുന്ന് വരുന്ന രക്തം എന്നിവയിൽ നിന്നും കുറഞ്ഞത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ അഫു ചെയ്യപ്പെടും. ഇതിപ്പോ രണ്ടും മജ്മുഈലൊക്കെ വ്യക്തമായി പറഞ്ഞതാ. എരിവയുഖാസുബിഹിമാ, ഈ ഹൈള് രക്തത്തിനോടും മൂക്കിൽ നിന്ന് വരുന്ന രക്തത്തിനോടും സാമ്യപ്പെടുത്തപ്പെടും. ദമു സായിരിൽ മനാഫിദി, ശരീരത്തിലെ മറ്റ് ദ്വാരങ്ങളിൽ നിന്നിട്ടൊക്കെ വരുന്ന രക്തവും, കണ്ണിന്ന് വരുന്നത്, ചെവിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, വായിൽ നിന്ന് വരുന്നത് തുടങ്ങിയ ദ്വാരങ്ങളിൽ നിന്നിട്ടൊക്കെ വരുന്ന രക്തം കുറഞ്ഞതാണെങ്കിൽ അഫു ചെയ്യപ്പെടും. ഏതൊഴിച്ച് ഇല്ലൽ ഖാരിജ മിൻ മഅദിനിൻ നജാസത്തി, നജസിന്റെ ഉത്ഭവസ്ഥാനത്തിൽ നിന്നും പുറപ്പെടുന്നത്, അതായത് മൂത്രസഞ്ചിയിൽ നിന്നോ അതുപോലെ തന്നെ ഈ വൻകുടൽ എന്ന മറ്റേ ഇതുണ്ടല്ലോ, ഇത് മലം ഉണ്ടാന്ന്, അങ്ങനത്തെ മലം, മൂത്രം പോലെയുള്ള നജസിന്റെ ഉത്ഭവ കേന്ദ്രങ്ങളിൽ നിന്നിട്ട് വരുന്ന രക്താണെങ്കിൽ അത് അഫുവില്ല. അതല്ല ഈ പറഞ്ഞത് ഹൈള് എന്ന് പറയുന്നത് ഗർഭാശയത്തിൽ നിന്ന് വരുന്നതാണല്ലോ, അത് നജസിന്റെ ഉത്ഭവസ്ഥാനമല്ല. ത്വരിമൂക്ക് പൊട്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ മൂക്കുന്നാ വരുന്നത്, നജസിന്റെ ഉത്ഭവസ്ഥാനമല്ല. അതേ സമയത്ത് നമ്മളെ ആമാശയത്തിൽ നിന്നോ മൂത്രസഞ്ചിയിൽ നിന്നിട്ടോ അതുപോലെ തന്നെ ഈ മലത്തിന്റെ പെട്ടിയിൽ നിന്നിട്ടോ ഒക്കെ വരുന്നതാണെങ്കിൽ അത് നജസാണ്, അത് അഫുല്ല. നജസാണ് എന്നല്ല കേട്ടോ, നജസല്ല, നജസ് തന്നെ. മനസ്സിലായില്ലേ? ഒന്നും പറയില്ല എന്നവരും കൊണ്ടല്ല, നമ്മളിങ്ങനെ പറയാം ആര്യൻ ചോര എന്നാ പറയാ. ചിരിക്കുന്നത് അറിയോന്ന് അല്ലാഹു കാര്യം. മൂക്കുന്ന് വരുന്ന ചോരക്ക് പറയുന്ന പേരങ്ങനെ ആര്യൻ ചോര. ഇപ്പൊ സംഗതി പേര് പറഞ്ഞിട്ടില്ലെങ്കിലും മൂക്കുന്ന് ആ പ്രത്യേക സമയത്ത് വരുന്ന ചോര എന്ന് മനസ്സിലാക്കിയാൽ മതി.
മഹല്ലിൽ ഗായത്തി ആണോ ഈ മലം ഉണ്ടാകുന്ന സ്ഥലം, അതായത് ഈ ആമാശയത്തിൽ നിന്നും ദഹിച്ച് അതിന്റെ ശരീരത്തിന് ഉപയോഗപ്രദമായ വസ്തുക്കളൊക്കെ ശരീരം ഊറ്റിയെടുത്താൽ ഇതിന്റെ അവശിഷ്ടമായിട്ട് തള്ളിയിട്ട് ഇത് ആ കാച്ചുണ്ടാകുന്ന പെട്ടിണ്ടല്ലോ, ബോട്ടിന്നാ നമ്മൾ പറയാ പോത്തിനർത്താൽ അതിനെ മുതല് ആ ബോട്ടിന്റെ ഉള്ളില് നിന്നാണ് ചോര വരുന്നതെങ്കിൽ, അതുപോലെ തന്നെ മൂത്രസഞ്ചിയിൽ നിന്നാണെങ്കിൽ വരുന്നതെങ്കിൽ അത് അഫില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു അജ്നബിയായ രക്തം കുറഞ്ഞതാണെങ്കിലേ എഫ് ഉള്ളൂ. അല്ലാത്ത നേരത്തെ പറഞ്ഞത് കുറഞ്ഞതാണെങ്കിലും അധികരിച്ചതാണെങ്കിലും അവന്റെ മനഃപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ എഫ് ഉണ്ട് എന്നും പറഞ്ഞു. അപ്പൊ ഈ കുറഞ്ഞത് അധികരിച്ചത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പൊ മനസ്സിലാക്കുക? രണ്ട് തുല്ലത്ത് നിന്നും അതിൽ താഴെന്നു അങ്ങനെയല്ല. വൽമർജു ഫിൽ ഖില്ലത്തി വൽ കസറത്തി, ഈ രക്തം കുറഞ്ഞതാണോ അധികരിച്ചതാണോ എന്നതിനെ തീരുമാനിക്കാനുള്ള മാനദണ്ഡം മർജ് അൽ ഉറുഫു, നാട്ടുമര്യാദ ഉറുഫാണ് അത് തീരുമാനിക്കുക. അധികരിച്ചതാണോ കുറഞ്ഞതാണോ എന്ന് തീരുമാനിക്കുക ദീനിയായ ഉറുഫ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ചില പെണ്ണുങ്ങൾക്ക് ഇത്തിരി കാണുമ്പോത്തിന് പൊറുതിയേടായി, പഠിച്ചോനെ ചോരയാണല്ലോ നെൽസാണല്ലോ, എന്നിട്ട് പിന്നെ അത് കഴുകാനും തിരുമ്പാനും നടക്കുക. അതുപോലെ തന്നെ ചില ഒസ്വാസ് പിടിച്ച കാക്കാമാരുണ്ട്, ഓർക്ക് നോക്കിയതും തൊട്ടവും കണ്ടവും ഒക്കെ വിശ്വാസിക്കാരം. അവരെ പറ്റിയല്ല പറയുന്നത്. ദീനിയായ വിവരമുള്ള സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ഇത് അധികരിച്ചതാണ് എന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യം ഉറുഫിലുണ്ടോ, എന്നാൽ അതാണ് അധികരിച്ചത്. കുറഞ്ഞതാണ് എന്ന അഭിപ്രായമാണോ നാട്ടു നടപ്പിലുള്ളത് എന്നാൽ കുറഞ്ഞു. അപ്പൊ അത് ഉറുഫ് നാട്ടു നടപ്പാണ്. അധികരിച്ചതാണോ കുറഞ്ഞതാണോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം. അല്ലാതെ ലിറ്റർ കണക്ക് കൂട്ടിയിട്ടോ ഗ്രാം കണക്ക് വെച്ചിട്ടോ അല്ല അധികരിച്ചതും കുറഞ്ഞതും കണക്കാക്കേണ്ടത്. അപ്പൊ എന്താ വമാ ശുക്ക ഫീ കസ്റതിഹി, ഒരു രക്തം അധികരിച്ചതാണോ കുറഞ്ഞതാണോ എന്ന് സംശയം. അങ്ങനെ സംശയമാണെങ്കിൽ ഹുക്മുൽ ഖലീലി കുറഞ്ഞതിന്റെ ഹുക്കുമാണ്. അധികരിച്ചതും ആവാം, അങ്ങനെ സാധ്യത ഉണ്ട്, കുറഞ്ഞതാകാനും സാധ്യത ഉണ്ട് എന്നൊരു ശെക്കിന്റെ അവസ്ഥയാണെങ്കിൽ കുറഞ്ഞതിന്റെ ഹുക്കുമേ ഉള്ളൂ ആയി. അപ്പോൾ ഉറുഫിൽ കുറഞ്ഞത് എന്ന് പറയാൻ മാത്രമേ ഉള്ളെങ്കിൽ അഫ് അന്യരക്താണെങ്കിലും ഉണ്ട്, 90 അല്ലാത്ത അന്യരക്താണെങ്കിലും ഉണ്ട്. അധികരിച്ചതാണെങ്കിലും സ്വന്തം രക്തവും ഒരിക്കുന്ന ചോരയില്ലാത്ത ജീവിയുടെ രക്തവും അഫുണ്ട്. ഇനി പറയട്ടെ, വലോ തഫറഖൻ നജസു, ഈ രക്തം പോലെയുള്ള ഈ അഫു ചെയ്യപ്പെടുന്ന നജസുകൾ പറഞ്ഞല്ലോ, അത് പല സ്ഥലത്തായി വേർപിരിഞ്ഞു. ഫീ മഹാലി എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായി. ഒരു തുള്ളി ഒരുത്തിലുണ്ട്, അങ്ങേപ്പുറത്ത് ഒരു 2 തുള്ളി ഉണ്ട്, ഇങ്ങേപ്പുറത്ത് ഒരു ഒറ്റ തുള്ളി ഉണ്ട്. ഇങ്ങനെ പലയിടത്തും ആയിട്ട് ഇങ്ങനെ കുറേശ്ശെയാണ്. എത്രണ്ട് വലോ ജൂമിയ, അതൊക്കെ പാടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുകയാണെങ്കിൽ കസുറ ഉറുഫിൽ അധികരിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പൊ ഒരു സ്ഥലത്ത് അധികരിച്ചില്ല, അത് ഉറപ്പന്നെ. എന്നാൽ ഇതൊക്കെ പാടെ ഒരു സ്ഥലത്താണെങ്കിലോ അധികരിച്ചതാണെന്നുള്ളതും ഉറപ്പാണ്. എന്നാൽ ഈ വസ്ത്രത്തിന്റെ വിധി എന്താണ്, അല്ലെങ്കിൽ ഈ ശരീരത്തിന്റെ വിധി എന്താണ്? ലഹുക്മുൽ ഖലീലി ഇൻദൽ ഇമാമി, ഇമാം അർബൈനി തങ്ങളുടെ അഭിപ്രായത്തിൽ ഖലീലിന്റെ ഹുക്കുമാണ്. മനസ്സിലായേ? അപ്പൊ അഫു ഉണ്ടാവും. അപ്പൊ ഒരു സ്ഥലത്ത് അധികരിച്ചതില്ല, കുറച്ചാണെന്ന് ഉറപ്പനെ. പക്ഷെ ഒരുപാട് കൂട്ടിയാൽ അധികരിച്ചിട്ടുണ്ടാവും കണക്കാ. എന്നാൽ അഫു ചെയ്യപ്പെടും എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഹർമൈൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത്. എന്നാൽ വൽ കസീരി ഹുക്മുൽ ഖലീലി അറിഞ്ഞോർത്ത് കെത്തഫായിട്ട്, വൽ കസീരി അധികരിച്ച രക്തത്തിന്റെ ഹുക്കുമാണ് ഇൻദൽ മുതവല്ലി, ഇമാം മുതവല്ലി തങ്ങളുടെ അടുക്കലും, വൽ ഗസാലി, ഇമാം അർമൈനിന്റെ പ്രധാന ശിഷ്യനാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഉസ്താദ് പറഞ്ഞത് തന്നെ ശിഷ്യന് പറഞ്ഞുകൂടോ എന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? ആശയപരമായിട്ട് ഒത്താ മതി. ആശയത്തിൽ യോജിച്ചതോടുകൂടി ഫിഖ്ഹിയായ മസ്അലകളിൽ ഉസ്താദ് പറഞ്ഞത് എന്നെ പറയണം ശിഷ്യനെന്ന് വെച്ചാൽ പിന്നെ ഈ ഇസ്ലാം ഇങ്ങനെ ഉണ്ടാവില്ല അവിടെ. മനസ്സിലായില്ലേ? അപ്പോ ഇമാം ഹർമൈനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് ഒരുത്തിയിൽ കുറച്ചുള്ളൂ, പലോടത്തോടെ ഉണ്ട്, അതൊക്കെ പാടെ ഒരുമിച്ച് കൂട്ടിയാൽ തോനുണ്ട് എന്ന് വരുമെങ്കിൽ അതിന് കുറഞ്ഞതിന്റെ ഒക്കെ കൊടുത്താൽ മതി എന്ന് ഇമാം ഹർമൈനി തങ്ങൾ പറയുമ്പോൾ മഹാനവറുകളുടെ പ്രധാന ശിഷ്യനാവുന്ന ഗസാലി ഇമാം തങ്ങൾ പറയാ, ഏയ് അങ്ങനല്ലോ ഉസ്താദ്, ഒക്കെപ്പാടെ കൂട്ടിയാൽ ഒരു തുണിയിലല്ലേന്ന്, ഒരു തടിമലല്ലേന്ന്, അപ്പൊ അതൊക്കെ പാടെ ഒന്നുണ്ടാക്കിയിട്ട് തോനുണ്ട് എന്ന് ഉറപ്പായ അഫു ഇല്ലാന്ന്. മനസ്സിലായില്ലേ?
ഈ മുത്തവല്ലി ഇമാമിന്റെയും ഗസാലി ഇമാമിന്റെയും ഒക്കെ അഭിപ്രായത്തെ ചില ഇമാമിയങ്ങൾ തർജീഹ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് വേറെത്തുമല്ല, ഇമാം ഹറമൈനി തങ്ങൾ പറഞ്ഞതാണ് മദ്ഹബിൽ മുഅ്തമദ് എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പുറത്ത് രണ്ടാളുണ്ടല്ലോ, ആള് രണ്ടെണ്ണല്ല 20,000 ഉണ്ടായിട്ടെന്താ? അതിനത്ര വലിയൊരു പറയുന്ന കാര്യമാണെങ്കിൽ തോനെ ആള് ഇപ്പുറം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഭൂരിപക്ഷം കൊണ്ടിട്ട് ഹക്ക് നോക്കണത് അത് മറ്റേ ചേളാരിയിലല്ലേ ഉള്ളൂ. മറ്റേ ഇസ്ലാമില് ഭൂരിപക്ഷം നോക്കിയിട്ടല്ലല്ലോ ഹക്ക് നോക്കല്. ഹക്ക് ആരെടുത്തലാണ്? അത് ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്നല്ല നോക്കുക. അപ്പൊ ഇവിടെ മുഅ്തമദ് ഇമാം ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഖലീലിന്റെ ഹുക്കുമാണ് എന്ന് പറഞ്ഞതാണ്. ഖലീലിന്റെ ഹുക്കുമാണ് എന്ന് പറഞ്ഞതാണ് എന്ത് മുഅ്തമദ്. എന്നാല് ഗസാലി ഇമാമും മുത്തവല്ലി ഇമാമും പറയുകയും ചില ആളുകൾ തർജീഹ് ചെയ്യുകയും ചെയ്ത കസീറിന്റെ ഹുക്കുമാണെന്ന് പറഞ്ഞത് മുഅ്തമദ് അല്ലാന്ന്. പിന്നെ ഇനി എന്റെ പുറമെ അഫു ചെയ്യപ്പെടും. ഇതൊക്കെ പറഞ്ഞത് മനഃപൂർവ്വമുള്ള പ്രവൃത്തി കൊണ്ടല്ലാതെ പുറപ്പെട്ട രക്തത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. ഇനി മനഃപൂർവ്വം പുറപ്പെടുവിച്ച രക്തമാണെങ്കിലും അഫു ചെയ്യപ്പെടുന്ന ഒരു രൂപമുണ്ട്. അതാ അഫു ചെയ്യപ്പെടും. ചോര കുത്തിയെടുത്ത് ആ സ്ഥലത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം. പല്ലേ നമ്മൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ഇത് വന്നു, ആലൂര് യൂണിറ്റ് SOSന്റെ ഒരു അറിയിപ്പ്, നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഇന്ന A+ രക്തമുള്ള ആളുകൾ വിവരമറിയിക്കണം, അടിയന്തരമായി നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഭാര്യയ്ക്ക് രക്തം ആവശ്യമുണ്ട്. അങ്ങനെ കുറെ ആളുകളൊക്കെ അവിടെ ചെന്നു. അങ്ങനെ രക്തം എടുത്തു കഴിഞ്ഞപ്പോ അതിന് ചെറിയ സ്പിരിറ്റോ എന്തോ ഒരു പഞ്ഞിമ പറ്റിയിട്ട് അവിടെ വെച്ചൊരു ചോര ഒലിക്കാതെക്കാൻ. അതൊന്നും ഇല്ലാതെന്നാല് ഓരോ സൂചി കൊണ്ട് വലിച്ചാൽ ഇന്ന് ചോര അങ്ങനെ വരും കുറെ നേരം, പിന്നെ അത് നിൽക്കുള്ളൂ. അങ്ങനെ ചോര കുത്തിയെടുത്ത സ്ഥലത്തുനിന്ന് ഇവരെ കുത്തിയെടുക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ പൊടിഞ്ഞു വന്ന ചോര അതുപോലെ കുത്തിയെടുത്തിട്ട് പൊടിഞ്ഞതാണല്ലോ. അതുപോലെ തന്നെ വഹജ്മിൻ, കൊമ്പുക. അത് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ അത് അറിയുന്ന ആളില്ലാതായി. പണ്ടുണ്ടായിരുന്നു. എന്റെ വരയിലൊക്കെ എന്റെ വാപ്പ കാലിനൊരു തരം കരിഞ്ചൊറി എന്ന് പറഞ്ഞിട്ടൊരു ചൊറി ഉണ്ടാവും മുട്ടിന്റെ കീപ്പിട്ട്. എന്നാൽ കൊല്ലത്തിലൊരിക്കൽ ഒരു വസാൻ ഉണ്ടായിരുന്നു, കുറച്ച് പ്രായമുള്ള നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു കൊമ്പും ഒക്കെ ആയിട്ട് വന്നിട്ട് കാലിന്മേൽ കുറച്ച് സ്ഥലത്ത് മുടിയൊക്കെ മടിച്ച് കളഞ്ഞ് ചെറുതായിട്ട് ഒരു കത്തിയുണ്ട്, കത്തിയോട് ഇങ്ങനെ കൊത്തിയിട്ട് ഈ കൊമ്പ് വെച്ച് ഇങ്ങനെ വലിക്കും. അപ്പൊ കറുത്ത ചോര പോരും. അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു 100 പോലത്തെ എന്തോ ഒരു മരുന്ന് വരച്ചിട്ടുണ്ട്. എന്നാലും കുറേശ്ശെ അങ്ങനെ ചോര പൊടിഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് കുറയണം. അതാണ് ഹിജാമത്ത്. നമ്മളെ നാട്ടിൽ അതിപ്പം അറിയുന്നവരില്ല. പക്ഷെ ഇവിടെയൊക്കെ അറബി നാടുകളിലൊക്കെ അതിന് പറ്റുന്ന വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. അതിനുള്ള ആധുനിക ഉപകരണങ്ങൾ കിട്ടാണ്ട് നല്ലൊരു ചികിത്സാ രീതിയാണ്. പക്ഷെ അതിൽ നിന്ന് ഈ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ മുറിപ്പാടിൽ നിന്നിട്ടും കുറേശ്ശെ ഇങ്ങനെ ചോര പൊടിഞ്ഞു കൊടുക്കും. അതിപ്പോ ഇവർ കൽപ്പിച്ചു കൂട്ടി പുറപ്പെടുവിച്ചതാണ്. എന്നാലും കുഴപ്പമില്ല, അഫു ചെയ്യപ്പെടും. ബി മഹല്ലിഹിമ, കണ്ടോ, ഈ കൊമ്പ് വെച്ച സ്ഥലത്ത് അതല്ലെങ്കിൽ ഈ ചോര കുത്തിയെടുത്ത സ്ഥലത്ത് അഫു ചെയ്യപ്പെടും. അത് തോന അധികരിച്ചതുണ്ടെങ്കിലും ശരി, കാരണം അതൊരു ചികിത്സയുടെ ഭാഗമാണ്. അത് കൂടാതെ കഴിയാത്തൊരവസ്ഥയായതുകൊണ്ട് അഫു ചെയ്യപ്പെടും. അതേസമയത്ത് ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നീങ്ങിയാലോ കുറഞ്ഞതേ അഫു ചെയ്യപ്പെടുള്ളൂ, അധികരിച്ച അഫു ഉണ്ടാവില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതാണ് പ്രത്യേകിച്ച് ബിമഹല്ലിമ എന്ന് പറയാൻ കാരണം. ഈ പുറപ്പെട്ട സ്ഥലത്ത് ആണെങ്കിലാണ് അധികരിച്ചാലും അഫു ചെയ്യപ്പെടുക. ഈ സ്ഥലത്ത് നിന്ന് വേറൊരുത്തേക്ക് ഉറ്റിയതോ ഒലിച്ചതോ ഒക്കെ ആണെങ്കിലോ കുറഞ്ഞതാണെങ്കിൽ അഫു ചെയ്യപ്പെടും, അധികരിച്ചതാണെങ്കിൽ അഫു ചെയ്യപ്പെടൂല. കാരണം അവൻ പ്രവൃത്തി കൊണ്ട് പുറപ്പെടുവിച്ചതാണ് എന്നതുകൊണ്ട്. അപ്പൊ ഇഷ്കാരാക്കണ്ട, സ്വന്തം ശരീരത്തിൽ നിന്നുള്ള രക്തം അധികരിച്ചതാണെങ്കിലും അഫു ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് മനഃപൂർവ്വം പുറപ്പെടുവിച്ചാണെങ്കിൽ കുറഞ്ഞതേ അഫു ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരു ചികിത്സാ രീതി ആയതുകൊണ്ട് മനഃപൂർവ്വം പുറപ്പെടുവിച്ചതാണെങ്കിലും ആ സ്ഥലത്ത് അധികരിച്ചതാണെങ്കിലും അഫു ഉണ്ടെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അത് അജ്നബിയായ രക്തത്തിന്റെ വിധി വരും. അവിടെ കുറഞ്ഞതാണെങ്കിൽ അഫു ഉണ്ടാവുള്ളൂ. ഇനി വേറെ വിഷയം, ഒരാളുടെ നിസ്കാരം സഹിയാവും. എങ്ങനത്തെ ആളാണ്? അവന്റെ മോണ രക്തം പരണ്ടിരിക്കുന്നു, പല്ലിന്റെ
ഈ പല്ല് പിടിപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, മോണാന്ന് പറയാം, ഊന് എന്നും പറയല്ലേ ഞങ്ങൾ ഗീച്ചിരിക്കാരൊക്കെ. ഊന്, പല്ലിന്റെ ഊന് എന്ന് പറയും. അതിനാണ് ഈ മോണാന്ന് പറയുന്നത്. അങ്ങനെ ഈ മോണ പൊട്ടി രക്തം വന്നു. ആ രക്തത്തോടു കൂടി കഴുകാതെ തന്നെ നിസ്കാരം സഹിയാവും. അതാ ഖബല ഹോസിനുൽ ഫമി. ഇങ്ങനെ പല്ലിന്റെ ഇടയിൽ നിന്ന് മോണയിൽ നിന്നൊക്കെ ചോര വന്നിട്ട് അത് തുപ്പിക്കളഞ്ഞാണ്, പക്ഷെ കഴുകിയിട്ടില്ല. എന്നാ അവന്റെ വായി നജസാണല്ലോ. ഈ നജസായ വായി കഴുകുന്നതിന് മുമ്പ് തന്നെ നിസ്കാരം സഹിയാവും. പക്ഷെ ഒരു ഷർത്തുണ്ട്, ഇദാലം യബ്തരി, അവൻ വിഴുങ്ങാതിരുന്നാൽ റീഖഹു, അവന്റെ ഉമുനീരിനെ ഫീഹാ, നിസ്കാരത്തില്. അപ്പൊ നിസ്കാരത്തിന്റെ ഇടക്ക് ഈ ഉമുനീര് കീപ്പോട്ട് ഇറക്കാതെ വായി, ഈ മോണയിൽ നിന്നും രക്തം വന്ന് മുത്തനജിസായ വായി, ആ വായോട് കൂടി തന്നെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. പക്ഷേ കഴുകുന്നതിന് മുമ്പ് ഉമുനീര് നിസ്കാരത്തിൽ കീപ്പോട്ട് ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാകും. എന്താ അങ്ങനെ? കാരണം ഈ മോണയിൽ നിന്ന് വരുന്ന രക്തം അത് അഫു ചെയ്യപ്പെടുന്നതാണ്. ബിന്നിസ്ബത്തി ഇലരീഖി, ഉണ്ടോ? ഉമുനീര് കൊള്ളച്ചേർക്കുമ്പം, വായിലുള്ള ഉമുനീര് കൊള്ളച്ചേർക്കുമ്പം അഫുവാണ്. അപ്പൊ ആ നജസ്സുള്ളതോട് കൂടി തന്നെ നിസ്കാരം ചെയ്യാവും. പക്ഷേ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കൊണ്ടിട്ട് നിസ്കാരം ബാത്തിലാവും. അപ്പൊ ഈ നജസായ ഈ ഉമുനീര് നോമ്പുള്ള ഒരു മനുഷ്യൻ വായിൽ നിന്നിട്ട് കീപ്പോട്ട് ഇറക്കിയാൽ നോമ്പ് മുറിയും എന്നതുപോലെ നിസ്കരിക്കുന്ന മനുഷ്യൻ ഈ മുത്തനജിസായ ഉമുനീര് കീപ്പോട്ട് ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ അത് നോമ്പ് മുറിയുന്ന കാര്യം കൊണ്ട് നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞത് കൊണ്ടാണ് കീപ്പോട്ട് ഇറക്കിയാൽ ബാത്തിലാവും എന്ന് പറയുന്നത്. എന്നാ പിന്നെ ഇത് അഫ് ഉണ്ട് എന്ന് പറഞ്ഞതോ, അത് വായിലാണ് അഫ്. അതുകൊണ്ട് നജസോട് കൂടി തന്നെ നിസ്കരിക്കാൻ പറ്റും. ആദ്മാന്നൊന്നും അല്ല ആലൂരാജ്യം, സാധുമ. അത് ഐറ്റങ്ങൾ അങ്ങനെ പല ഇറക്കത്തോടും, അത് നോക്കണ്ട. വലൂ റാഫ ഖബല സ്വലാത്തി. ഇനി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഒരാളുടെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. ചോര വരാൻ തുടങ്ങിയിട്ട് നിസ്കാരത്തിന് സമയമായിട്ട് ഇത് നിൽക്കണില്ല. വദാമ, ആ ചോര വരവ് നിലനിന്നു. അപ്പൊ അവിടെ ചിന്തിക്കുക, ഈ വരുന്ന രക്തം നിലക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ എപ്പോ? വൽ വഖ്തു മുത്തസിഉൻ, ഖളാ ആകാതെ തന്നെ നിസ്കരിക്കാൻ സമയം കിട്ടും എന്ന നിലക്ക് വഖത്ത് സൗകര്യമുള്ള സാഹചര്യത്തിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ രക്തം നിൽക്കുമെന്ന് മുമ്പത്തെ അനുഭവം കൊണ്ടോ മറ്റോ ഇവൻ അറിയാം എങ്കിൽ ഇന്ദറഹു, ആ ഇൻഖിതാഇന്റെ ഇടക്ക് നിൽക്കുന്ന സമയത്തെ കാത്തിരിക്കൽ ആവശ്യമാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ, അതായത് ഇയാൾക്ക് ഇടക്ക് ഉണ്ടാകണതാണ്, ഉണ്ടായ 1 മണിക്കൂറൊക്കെ ഉണ്ടാവുക. ഇപ്പൊ ആണെങ്കിൽ ബാങ്ക് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാം, 100 ബാങ്ക് അപ്പൊ കൊടുത്തത്, അപ്പല്ല ഒരു 2-2.5 മണിക്കൂർ സമയം ഉണ്ടല്ലോ അസറാകാൻ. സാധാരണ ഇങ്ങനെ മൂക്കുന്ന ചോര വരാൻ തുടങ്ങിയ 1 മണിക്കൂർ വരെ കുറേശ്ശെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അത് കഴിഞ്ഞാക്കും. അപ്പോ ഈ സാധാരണഗതിയിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ നിൽക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ പിന്നെ നിസ്കരിക്കാൻ സമയം ഉണ്ടല്ലോ. എങ്കിൽ ഈ മുറിഞ്ഞ് ശുദ്ധി ആയതിന്റെ ശേഷം നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വേണ്ടത്. ഇല്ല, അങ്ങനെ നിസ്കാരത്തിന് സൗകര്യപ്പെടുന്ന സമയം ആകും ബാക്കി ഉണ്ടാകുമ്പോൾ ഇത് നിൽക്കുമെന്ന് പ്രതീക്ഷ ഇല്ലെങ്കിൽ ഫൈൻ റജന്റെ മാറ്റം. അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്ന സമയം കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ രക്തം നിൽക്കുമെന്ന് പ്രതീക്ഷ ഇല്ലെങ്കിലോ ഒരു പക്ഷെ ഇത് ആദ്യം തന്നെ ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോ ഇയാൾക്ക് ഉണ്ടായാലുള്ളൂ, ഉണ്ടായാൽ ചിലപ്പോ ഒരു ദിവസമൊക്കെ നീണ്ടിക്കുന്ന അവസ്ഥയാണ്. എങ്കിൽ പിന്നെ ഹെഫാദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചോര കൂടുതലായി ഒലിച്ചു വരാതിരിക്കാൻ വേണ്ടി വന്ന് കഴുകുകയും വരുന്നത് കുറക്കാനോ സാധിക്കുമെങ്കിൽ തടയാനോ വേണ്ടി വല്ല തുണിക്കഷ്ണമോ പഞ്ഞിയോ വെച്ചിട്ട് ബന്ധാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാത്ത ചെയ്യണ്ടോ. മൂത്രവാർച്ചക്കാർ ചെയ്യുന്നത് പോലെ പഞ്ഞി വെക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ തുണി വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. അത് പറ്റൂലെങ്കിൽ അത് കുറക്കാൻ പറ്റുന്ന വല്ല മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. എന്നിട്ട് വേഗം ഒന്നും എടുത്തിട്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കുക. ഇങ്ങനെ വേണ്ടത്. എന്നാൽ ഖിലാഫൻ ലിമൻ, ഈ മസ്അലയിൽ ചില ഇമാമിങ്ങൾക്ക് എതിരുണ്ട്. എന്താണ് ആ ഇമാമിങ്ങൾ പറയുന്നത്? അവർ വാദിക്കുന്നു, ഇന്ദിവാറഹു,
മൂക്കിന്ന് ചോരൊലിച്ചു വരുമ്പോ നിൽക്കിയിരിക്കാൻ പറ്റൂല. അവൻ മൂക്കിൽ നിന്നിട്ടുള്ള രക്തം നിൽക്കുന്നത് വരെ കാത്തിരുന്നോണം. അവിടെ വയം ഹറജൽ വഖ്തു, നിസ്കാരം ഖളാ ആയാലും വേണ്ടിയില്ല. ഇവന് സാധാരണ അറിയാ ഇടയ്ക്ക് ഒരു മാസത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൊക്കെ ഉണ്ടായാൽ ഒരു 10-12 മണിക്കൂറെങ്കിലും ഉണ്ടാവും. അപ്പൊ എന്തായാലും അതിന്റെ ഇടയ്ക്ക് ദൂറും അസറും മാരിബും ഇഷാവും കഴിഞ്ഞു പോകുമല്ലോ. ആയിക്കോട്ടെ, എന്നാലും വേണ്ടിയില്ല, നിസ്കരിക്കാൻ പറ്റൂലെന്ന്. എന്നിട്ട് അതിനൊരു ഖിയാസാക്കണ എന്താ? കമാ തുഅഖറു, നിസ്കാരത്തെ പിന്തിക്കപ്പെടൽ നിർബന്ധമായതുപോലെ ലിഗ്സ്ലി സൗബിഹിൽ മുതനജ്ജിസി, നജസായ വസ്ത്രം കഴുകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അവന്റെ അടുക്കൽ ആകെ ഒരു വസ്ത്രമുണ്ട്. ഈ വസ്ത്രം കഴുകാൻ നജസാണ്, അഫു ചെയ്യപ്പെടാത്ത നജസുണ്ട്. ഈ നജസ് കഴുകാൻ കുറച്ചു സമയം കഴിഞ്ഞാൽ വെള്ളം കിട്ടും. ഉദാഹരണം, ലൈനില് വെള്ളമില്ല, അപ്പൊ തൈലിയേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരാൾ പോയിണ്. അപ്പൊ അവിടെ ക്യൂ നിന്നൊക്കെ ആയി വെള്ളം എത്തുമ്പോക്ക് മഗ്‌രിബാകും. എന്നാലും മഗ്‌രിബായ വെള്ളം എത്തും. എന്നിട്ട് മഗ്‌രിബായി കഴിഞ്ഞാൽ വേഗം ഈ തുണി വെള്ളത്തിൽ കഴുകിയിട്ട് ഉടുക്കാൻ സൗകര്യപ്പെടും എന്ന് കണ്ടാൽ അവിടെ ളുഹറും അസറും ഖളാ ആയാലും വേണ്ടിയില്ല, അവിടെ തുണി ഉടുക്കാൻ നിസ്കരിക്കാനും പറ്റൂല. ഈ അഫു ചെയ്യപ്പെടാത്ത നജസുള്ള വസ്ത്രം ഉടുത്തുകൊണ്ട് നിസ്കരിക്കാനും പറ്റൂല. അവിടെ ഇന്തിളാർ ചെയ്യണം എന്നതുപോലെ ഈ മൂക്കത്ത് ചോര വരുന്നവൻ ഖളാ ആയാലും വേണ്ടിയില്ല, ചോര നിൽക്കാൻ വേണ്ടി കാത്തിരിക്കണോന്ന്. മനസ്സിലായില്ലേ? അത് പക്ഷേ ഖിയാസ് ശരിയല്ല. ഇതിന്റെ ഇടയിൽ ഫർക്ക് പറയപ്പെടും. ചിലര് യുഫറക്കു എന്നും വായിക്കലുണ്ട്, വിട്ടുപിരിക്കപ്പെടും. അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, യുഫറക്കു പറഞ്ഞാൽ മതി. ഈ രണ്ടും തമ്മിൽ ഫർക്ക് പറയപ്പെടും എന്ന് പറഞ്ഞാൽ ഖിയാസാക്കണമെങ്കിൽ എന്ത് വേണം? ജമ്മു വേണം. അതിപ്പോ വിവരം മൂജാമാർക്കേ തിരിയുള്ളൂ. മഖീസും മഖീസ് അലൈഹിയും തമ്മിൽ ജാമ്യയായ ഒരു ഇല്ലത്ത് വേണം, എന്നാലേ ഖിയാസ് സഹിയാവുള്ളൂ. ഇവിടെ ജാമ്യയായ ഇല്ലത്തില്ല, ഫാരിഖാണുള്ളത്. ഇതിന്റെ ഇടയിൽ ഫർക്കുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടും ന്യായം തുല്യമല്ല. അപ്പൊ സാധാരണക്കാർക്ക് ഇതിയാണ് ന്യായം തുല്യമല്ല. വസ്ത്രത്തിൽ നജസായാൽ വെള്ളം കിട്ടുമെന്നുറപ്പുണ്ടെങ്കിൽ ആ വെള്ളം കിട്ടിയിട്ട് കഴുകിയിട്ട് നിസ്കരിച്ചു കൊള്ളണം, ഖളാ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് മസ്അല ഓക്കെയാണ്. അതുപോലെയാണ് മൂക്കുന്ന് ചോര വരുന്നവനും വക്ത് ഖളാ ആയാലും വേണ്ടിയിൽ അത് നിന്നിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറയാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? ബി ഖുദ്റത്തി ഹാദാ, ഈ വസ്ത്രത്തിൽ നജസായവന് കഴിവുണ്ടല്ലോ. അലാ ഇസാലത്തിൻ നജസി, നജസ് നീക്കാൻ, മിൻ അസ്ലിഹി, പറ്റ നീക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഫലസിമത്തുഹു, അതിനു വേണ്ടിയിട്ട് ആ നജസ് നീക്കിയതിനു ശേഷം നിസ്കരിക്കലും വുജൂബായി. കാരണം തുണിയിൽ നജസായ തിരുമ്പിയാ പോലെ കൈമാരെ സോപ്പ് ഇട്ടിട്ട് പോരെങ്കിൽ ക്ലോറോക്സ് വാങ്ങിക്കോളി 2 റിയാൽ കൊടുത്തിട്ട്. ക്ലോറക്സ് ഉപയോഗിച്ചാൽ പോകാത്ത ചോരണ്ടോ? അല്ലെങ്കിൽ മറ്റു നജസുകളുണ്ടോ? അപ്പോ ഇത് കഴുകി ശുദ്ധിയാക്കി ഈ നജസിനെ നീക്കാൻ ഇവന് കഴിയും. അതുകൊണ്ട് കാത്തിരിക്കണം. നമ്മളെ ഈ മസലയില് ഇങ്ങനെയല്ല. അതായത് അമിൻ അസ്ലിഹി, പോക്കാൻ ഇവന് കഴിവില്ല. ചോര വരിക എന്നുള്ള രോഗാണ്. ഈ രോഗം മാറ്റാൻ ഇവന് കഴിയോ? അത് അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് കൊണ്ട് അവന്റെ മഹളായ ഫദ്ൽ കൊണ്ട് മാറ്റിത്തരണം. അതിന് മരുന്ന് ഉപയോഗിച്ചിട്ടോ അല്ലാതെയോ എന്തായാലും അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടോ മാറ്റി തന്നെങ്കിലല്ലാതെ നമ്മക്കതിൽ എന്ത് സ്വാധീനമുള്ളത്? അപ്പൊ രണ്ടും ഖിയാസാക്കാൻ പറ്റൂല. അപ്പൊ സമയം കിട്ടുമെന്ന് പ്രതീക്ഷ കാത്തിരുക. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മൂത്രവാർച്ചക്കാര് നിസ്കരിക്കും പോലെ നിസ്കരിക്കും. അപ്പൊ മൂത്രവാർച്ച പോലെയുള്ള നിത്യശുദ്ധിക്കാരോടാണ് അവന് സാമ്യം. ഏതിനോടല്ല? അഫു ചെയ്യപ്പെടാത്ത നജസായ വസ്ത്രത്തിനോടല്ല. അപ്പൊ ഈ കൂട്ടിൽ ഖിയാസാക്കിയ നജസായ വസ്ത്രത്തിനോടാണ്. ആ ഖിയാസ് അല്ല ശരി. മറിച്ച് ഏതാ ഖിയാസാക്കാൻ ശരി? മൂത്രവാർച്ചക്കാരെ പോലെ നിത്യശുദ്ധിയുള്ളവർ, അതൊരു രോഗാണ്. അത് അല്ലാഹു തആല മാറിക്കിട്ടും. ഇല്ലെങ്കിൽ നമ്മളോട് അതിന് കഴിയൂല. എന്നതുപോലെ തന്നെ രോഗം മൂക്കുന്ന ചോര മറ്റൊരു രോഗാണ്. അല്ലാഹു തആല മാറ്റി തന്നെങ്കിൽ മാറുന്നല്ലാതെ നമുക്ക് എടുത്തേക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ ഖിയാസ് ശരിയല്ല. ഇനി ഒരു മസലയുടെ ഉണ്ട്, പറഞ്ഞാൽ കഴിഞ്ഞു, സമയത്തിന് ഏകദേശം. വഅൻ ഖലീലി തീനി മഹല്ലി മുറൂറിൻ. കണ്ടോ എങ്ങനെ? വഅൻ ഖലീലി തീനി മഹല്ലി മുറൂറിൻ.
നടക്കുന്ന സ്ഥലത്തുള്ള ചളി, ആ ചളിയിൽ നിന്നും കുറഞ്ഞതിനെ തൊട്ട് അഫുവിച്ചപ്പെടും. എന്താ അപ്പൊ ചളി ഇനിയിപ്പോ നജസ? ചളി അല്ല ഹബീബെ. എങ്ങനത്തെ ചളി? മുതയക്കനിൻ നജാസത്തുഹു. കണ്ടാ, ആ മഹല്ല് മുറൂറ്, നടന്നു പോകുന്ന സ്ഥലം നജസാണെന്ന് ഉറപ്പുണ്ട്. അങ്ങനെയുള്ള നജസാണെന്ന് ഉറപ്പുള്ള വഴിയിലെ മണ്ണ്, അപ്പൊ ആ മണ്ണ് മുത്തനജസായിരിക്കുമല്ലോ. അതാ പറഞ്ഞത്, നജസ് കലർന്ന മണ്ണാണത്, മുത്തനജസായ മണ്ണാണ്, ഉറപ്പ്. ആ മണ്ണിൽ നിന്നും കുറഞ്ഞതിനെ തൊട്ട് അഫു ചെയ്യപ്പെടൂ. വലൗബി മുഗല്ലദിൻ, മുഗല്ലദായ നജസ് കൊണ്ട്, നജസായതാണെങ്കിലും വേണ്ടില്ല, നായ പന്നി പോലെയുള്ളവ കൊണ്ട് നജസായ മണ്ണാണ്. ആ മണ്ണ് കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷെ അതിന് നജസ് കാണുന്നില്ല കേട്ടോ. അതിന് വേറെ മസാല പറയും. ഇവിടെ അതിന് നജസ് കാണുന്നില്ല. ഇപ്പൊ ഉദാഹരണം, നമ്മളിങ്ങനെ നടന്നു പോകുന്നൊരു വയ്യ്, അവിടെ ഉണ്ട് ഒരു 5-10 പട്ടികൾ കിടന്നിട്ട് ഇങ്ങനെ ആ മണ്ണിൽ കിടന്നിട്ട് കുത്തി മറിയാ. മഴ ഇത് നനഞ്ഞ മണ്ണുമാണ്. അപ്പൊ അതേ നമ്മൾ പോണ വയ്യ്, ഇപ്പോ ആ മണ്ണിൽ നജസുണ്ട് എന്നുള്ള ഉറപ്പാണല്ലോ. നമ്മളെ കണ്ടപ്പോ നായ്ക്കളൊക്കെ എണീച്ച് പാഞ്ഞുപോയി. ഇല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് കണ്ടെറിഞ്ഞപ്പോ എണീച്ച് പാഞ്ഞുപോയി. ഇനി നമ്മൾ നടന്നു പോകാനുള്ള ഏരിയയാണ്, ആ മണ്ണ് കൂടെയാണ്. ആ മണ്ണ് നജസാണെന്ന് ഉറപ്പാണ്. എന്നാൽ അത് അഫു ചെയ്യപ്പെടും കുറഞ്ഞത്. കാരണം എന്താ, അതിൽ മശക്കത്തി ഭൂമി കൂടെ അല്ലാതെ അള്ളാഹ് നമുക്ക് നടക്കാൻ കഴിയോ? ആകാശത്ത് കൂടെ പറക്കാൻ കഴിയോ? നമുക്ക് നടന്നു പോകണ്ടേ പള്ളികൾക്ക്. അങ്ങനെ നടന്നു പോകുമ്പം ഭൂമിയിൽ പൊതുവെ നജാസത്തിന്റെ മവന്നത്ത, എവിടെയും നജസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിക്കാൻ കഴിയില്ല, പ്രയാസമാണ്. അപ്പൊ അഫു ചെയ്യപ്പെടും കുറഞ്ഞതിനെ. പക്ഷേ അവിടെ ഒരു ഷർത്തുണ്ട്, മാലം തബഖ ഐനുഹ, ഈ നജാസത്തിന്റെ തടി ബാക്കിയാകരുത്. മുത്തമയ്യിസത്തം വേറിഞ്ഞിട്ട്. മണ്ണ് അഫുണ്ട് എന്നാ പറഞ്ഞ്, പക്ഷെ ഈ മണ്ണിൽ എന്തുണ്ട് എന്ന് ഉറപ്പാണ് നമുക്ക് നജസുണ്ട്. പക്ഷെ നോക്കി അങ്ങനെ വേറെ കാണുന്നുണ്ട്, എന്നാൽ അതഫു ഇല്ല. ഇപ്പൊ ഉദാഹരണം ചാണക അല്ലെങ്കിൽ കാഷ്ടാണ്, അങ്ങനെയുള്ള നജസിന്റെ തടി കാണാണ്ട് എന്നാ പിന്നെ കീഴണം. അതേ സമയത്ത് നജസുണ്ടെന്ന് ഉറപ്പുള്ള മണ്ണ് തന്നെയാണ്. മണ്ണ് കൂടെ അല്ലാതെ നടക്കാൻ കഴിയൂലല്ലോ നമ്മളോട്. അതുകൊണ്ട് കുറഞ്ഞ അഫു ചെയ്യപ്പെടൂ. എന്നാൽ വയർത്തരിഫുദാരിക്ക, ഇങ്ങനെ ഈ നടക്കുന്ന വഴിയിലുള്ള മണ്ണിനെ തൊട്ട് അഫു ചെയ്യപ്പെടുന്നത് തന്നെ വ്യത്യാസപ്പെടും. ബിൽ വഖ്തി, സമയത്തിനനുസരിച്ചും, വമഹല്ലിഹി മിനസ്സൗബിൽ ബദനി, ശരീരത്തിലും വസ്ത്രത്തിലും ആയ സ്ഥലം കൊള്ളച്ചേർത്ത് നോക്കിയിട്ടും വ്യത്യാസപ്പെടും. എന്ന് പറഞ്ഞാൽ സാധാരണ മഴക്കാലാണ്. നമ്മളെ നാട്ടിലൊക്കെ കുറെ കാലം 5-6 മാസം മഴ ഉണ്ടാവുമല്ലോ. മഴക്കാലത്ത് എപ്പോഴും ബൈക്കിലൊക്കെ ചളി വെള്ളവും ഇക്കാലം. അപ്പൊ ചളിയാകാതെ പോകാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ വേനൽക്കാലത്ത് അങ്ങനെ വെള്ളവും മഴയും ചളിയൊന്നും ഉണ്ടാവില്ല. അപ്പം മണ്ണ് ചളിയാകാതെ പോകാൻ സൂക്ഷിച്ച പ്രയാസമില്ല. അപ്പോൾ ചളിയും വെള്ളമുള്ള മഴക്കാലത്ത് അഫുള്ള അത്ര വേനൽക്കാലത്ത് അഫു കിട്ടൂലെന്ന്. അതുപോലെ തന്നെ നടന്നു പോകുമ്പം കാലുമ്മല് തുണിന്റെ താഴെ തലക്കല്, പാന്റ് ആണെങ്കിൽ പാന്റിന്റെ താഴെ തലക്കലൊക്കെ ആകാൻ സാധ്യത കൂടുതലാണ്. അതേ സമയത്ത് തലയെക്കെട്ടിലോ കുപ്പായത്തിലോ ആക്കാകുക എന്ന് പറഞ്ഞാൽ അപ്പൊ തീരെ ബോധമില്ലാതെ ചാടി കളിച്ചിട്ടല്ലേ. മണ്ണ്, നിലത്തുള്ള മണ്ണേ തലയെക്കെട്ടിക്കോ കുപ്പായത്തിക്കൊക്കെ ആകുക പറഞ്ഞാൽ ചില മറ്റൊരു സ്പോഞ്ചിന്റെ ഒരു ചെരുപ്പുണ്ട്, അവായി ചെരുപ്പ് എന്നാ നമ്മളെ നാട്ടിലൊക്കെ പറയലേ. ഇച്ചിരി ഈ അവായി ചെരുപ്പ് ഇട്ടിട്ടുണ്ട് ഒരു നടത്തം, ടേ 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 അറിഞ്ഞിട്ട് കാലിന്റെ മടമ്പുമകൾ ഇങ്ങനെ അടിക്കും. ആ നടന്നാല് തലയെക്കെട്ട് മുതൽക്ക് കുപ്പായത്തിന്റെ പുറത്ത് വരെ നല്ല പണ്ടത്തെ കാലത്തെ കുട്ടികൾ മൈലാഞ്ചി ഇട്ട കയ്യോലുണ്ടാവും, പുള്ളി 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 വെച്ച്. ഇപ്പത്തെ കുട്ടികളല്ല കേട്ടോ, ഇപ്പത്തൊക്കെ യൗതല. അപ്പോ അങ്ങനെ കുപ്പായത്തിലും തലയെക്കെട്ടിലും ഒന്നും ആയ അഫൂല, കാരണം ഓൻ തീരെ ഛർദിക്കാത്ത ആളാണ് എന്നാണ് അതിന്റെ അടയാളം. അതേ സമയത്ത് നടന്നു പോകുമ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ചളി മയൊക്കെ ഉള്ള സമയത്ത് കുറഞ്ഞ ശബ്ദം ഉണ്ടായാലും കാലും ഒരു തുണിന്റെ താഴെ തലക്കിലും ഒക്കെ തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെ അഫു ചെയ്യപ്പെടും. മേലോർത്ത് ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ അവിടെ അഫു ചെയ്യപ്പെടൂല. അത് ആ സ്ഥലത്തിനും കാലത്തിനും അനുസരിച്ച് ഈ അഫുവിന്റെ വിഷയത്തിൽ ഏറ്റക്കുറവുണ്ടാകൂന്ന്. ആ പെരടിക്കൊന്നല്ല, ചിലപ്പോ തലയെക്കെട്ടിൽ വരെ ആണ് ചളിന്റെ പുള്ളി ഈ ചെരുപ്പ്, ഹവായി ചെരുപ്പിട്ട് പോകുമ്പോഴേ. ഇനി വേറെ ഇതിപ്പോ ചളി ധരിക്കുന്നതിനെ പറ്റി, നജസ് ഉണ്ട് എന്ന് ഉറപ്പുള്ള ചളി ധരിക്കുന്നതിന്റെ മസാല ഇനി ഒരു മസാല ഇനി പറഞ്ഞ് തീർക്കാം.
വഇദാ തഅയ്യന ഐനു നജാസത്തി, നജസിന്റെ തടി ഉണ്ട് എന്ന് ഉറപ്പ്, ഐനെ കാണുന്നുണ്ട്, ഫിത്വരീഖി വഴിയിൽ, ഈ നജാസത്തുള്ളത് വലോ മവാത്തിയൽ കൽബി, നായ നടക്കുന്ന എങ്ങനെ അതിന് ചവിട്ടടി പതിഞ്ഞതാണ്, അങ്ങനത്തെ നായ മുതൽക്കുള്ള വസ്തുക്കൾ ചവിട്ടി നടക്കുന്നത് പോലെയുള്ള ചാണകം, കാഷ്ടം തുടങ്ങിയ മാലിന്യങ്ങൾ തടിയായിട്ട് വേറുണ്ടെങ്കിലോ ഫലായുഫാന, ആ നജാസത്തിനെ തൊട്ട് ഐനു നജാസത്ത് കാണുന്നുണ്ടെങ്കിൽ അത് അഫ്വില്ല, അത് കഴുകി തന്നെ വേണം. അതേ സമയത്ത് ഈ ഐനു നജാസത്ത് കലർന്ന് എന്നറിയുന്ന മണ്ണായാൽ ചളിയായാൽ അത് അഫ്വ് ചെയ്യപ്പെടും. ഐന് നജസിന്റെ ഐന് അത് നമ്മൾ നേരത്തെ പറഞ്ഞ രക്തം തുടങ്ങിയതിനെ ആ അഫ്വ് ബാധകാവുള്ളൂ. അല്ലാത്ത മലം, മൂത്രം പോലെയുള്ളത് നജസൊന്നും ഐന് നജസ് അഫ്വ് ചെയ്യപ്പെടുന്നതല്ല. വൈൻ അമ്മത്ത് ത്വരീഖ, അവിടെ നദിച്ചാലോ അവർ വഖഫല്ല അല്ലേ. نمتها فللزركشي اهتمال بالعفي وميل كلامه إلى اعتماده. വഴിയിൽ വ്യാപകമായി നജസാണ്, എന്നാലും തടി വേറിരിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ അഫ്വില്ല. തടി വേറിഞ്ഞ് കാണാത്ത നിലക്കാണെങ്കിൽ, ആ ചളിയോ മണ്ണോ പോലത്തതാണെങ്കിൽ കുറഞ്ഞതിനെ തൊട്ട് അഫ്വ് ഉണ്ടാവും. ഇനി വഫ്താ ശൈഖുന ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ സ്വത്ത് കൊടുത്തിരിക്കുന്ന കായികങ്ങൾ വെക്കാം. ഫീ ത്വരീഖിൻ, ഒരു വഴിയുടെ വിഷയത്തിൽ, കായിക അവിടെ വെക്കാം. ഒരു വഴിയുടെ വിഷയത്തിൽ എങ്ങനത്തെ വഴിയാണ്? ലാ തീന ബിഹാ, ആ വഴിയിൽ ചളിയില്ല. പിന്നെ ഉള്ളത് എന്താ? ബൽഫിയ, ആ വഴിയിലുള്ളത് ഖദറുല്ലാദമീ, മനുഷ്യന്റെ മലം, വറൗസുൽ കിലാബി, നായകളുടെ കാഷ്ടം, വൽ ബഹായിമി, നാക്കാലികളുടെ കാഷ്ടം, ഇങ്ങനൊക്കെ പാടെ ആ ബൈക്കലുള്ളത്. എന്തില്ല? ചളി മണ്ണും അല്ല, വളക്കുജിന്റെ അടുത്ത് കൂടെ പോകുമ്പോലെ ആകെ കക്കൂസും വളക്കുജിയും ആകെ ഇങ്ങോട്ട് ഒലിച്ചു വന്നിട്ട് അതെന്നെ ഉള്ളൂ. അതിന്റെ പുറമെ വഖദ് അസ്വാബഹൽ മതറു, ആ വഴിയിലേക്ക് മയം പെയ്തു, ഒന്നരമ്പടിയായി ആകെ. മനസ്സിലായില്ലേ? ആകെ മലവും ചാണകവും ഒക്കെപാടെ കൂടിയത് ഇങ്ങോട്ട് ഒലിച്ചു വന്നിട്ട് അത് മാത്രമേ ഉള്ളൂ. ആയിക്കൂടെ ഒരു മഴയാണ് പെയ്തു. എന്നാ ഞാൻ എന്താ കാട്ടുക? ബിൽ അഫ്വി, ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഫത്വ കൊടുത്ത് അവിടെ കുറഞ്ഞത് അഫ്വ് ഉണ്ടാകും. ഇന്ദ മശഖത്തിൽ ഇഹ്തിറാസി, സൂക്ഷിക്കൽ പ്രയാസമാവുന്ന സമയത്ത് കുറഞ്ഞതിനെ തൊട്ട് അഫ്വ് ഉണ്ടാകും. ഇവന്റെ അടുക്കൽ വീഴ്ചയോ അശ്രദ്ധയോ വരരുത്. ആ ഷർത്ത് ത്വഫെ പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവന്റെ അടുക്കൽ വീഴ്ചയോ അശ്രദ്ധയോ ഇല്ലാത്ത നിലക്ക് വസ്ത്രത്തിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ വസ്ത്രത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ഒക്കെ അയാൾ കുറഞ്ഞതിനെ തൊട്ട് അഫ്വ് ഉണ്ടാകും എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കായിക മുഹിമയാണ് അത്. ഇൻഷാ അല്ലാഹ് നാളെ പിന്നെ അവർ സ്ഥലത്തിൽ എത്തിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് പൂർത്തിയാക്കിയതാ. സാധാരണത്തേലും 5 മിനിറ്റ് ഏറിക്കോട്ടെ. ഇനി കുറച്ചു നേരം എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ സംശയം ചോദിക്കാനുള്ളവർക്ക് മൈക്കെടുത്ത് ചോദിക്കാവുന്നതാണ്. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. വസിയത്തോടെ അസ്സലാമു അലൈക്കും. സംശയമല്ല, അതും കൂടെ കൂട്ടത്തിൽ പറഞ്ഞ ഉപകാരപ്പെടുന്നു എന്നുള്ളതൊക്കെ ചോദിക്കാണ്. വൻ ഖലീലിദ് നഹ്ബിദ് മിൻ ഗൈരിഹി,
ഞങ്ങളുടെ തുഫന്റെ ഒരു ഷറ് മേലെ അദ്റാഴിയു അൽ അഫ്വ അൻ ഖലീലി നഹബൽ ബൗലി മിമ്മൻ ഹസല ലഹു ഇസ്തിർഖാഉ ലിലഹ്മി മർളിൻ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അർത്ഥം ഞാൻ പറയണ്ടല്ലോ, ഒന്നും കൂടെ വിശദീകരിച്ചാൽ ഈ ഹോസ്പിറ്റലിലൊക്കെ ശുശ്രൂഷിച്ചിരിക്കുന്നവർക്ക് അത് ഒരു ഗുണമാവെന്ന് തോന്നുന്നു. അതും കൂടെ വിശദീകരിക്കുന്നെന്ന് അറിയുന്നു. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും.